ينبئكم بما كنتم تعملون. صدق الله العلي العظيم. قال نبينا وحبيبنا محمد صلى الله عليه وسلم: تركت فيكم ناطقا وصامتا، الناطق والقرآن والصامت والموت. ബഹുമാനം നിറഞ്ഞ രക്ഷിതാക്കളെ, കാരണവന്മാരെ, ഉമ്മപെങ്ങന്മാരെ, വിദ്യാർത്ഥിനികളെ, 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന അനുഗ്രഹീതമായ വിജ്ഞാന മജ്‌ലിസിന്റെ പ്രഥമ ദിവസത്തിലാണ് നാം ഒത്തുകൂടിയിരിക്കുന്നത്. അഭിവന്യരായ തങ്ങളവറുകൾ ഈ മഹത്തായ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. 5 ദിവസം എനിക്കും ശേഷമുള്ള 5 ദിവസം മുന്നേരായ കൊടുക്കൽ തങ്ങൾക്കും നിശ്ചയിക്കപ്പെട്ട ഈ 4 ദിവസങ്ങളിൽ ഈ പ്രദേശത്തുള്ള നല്ലവരായ ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരും മുതിർന്നവരും സംഘടിപ്പിച്ച ഈ വിജ്ഞാന മജ്‌ലിസ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഉപകാരപ്രദമാവുന്നത് ഒരു വിഷയത്തെ അധികരിച്ച് സംസാരിക്കുന്നതായിരിക്കും എന്നതുകൊണ്ട് തന്നെ വിശ്വാസവും കർമ്മവും എന്ന വിഷയത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ മൂപ്പർക്ക് നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ ഇവിടെ സംസാരിക്കും. രോഗം മുതൽ ഖബറടക്കം വരെ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സ്വൽപ്പം പരിശുദ്ധ ദീനിന്റെ ഉലൂമുകൾ ഹഖായ രൂപത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ആ മുഖം ദീർഘിപ്പിക്കാതെ ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. മുശ്രിക്കുകളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ കൊണ്ട് അനുഗ്രഹിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കൃത്യമായ ലക്ഷ്യവും ഉദ്ദേശവും ഉള്ളവരാണ് നാമൊക്കെയും. വിശ്വാസികളാകുന്ന നാം വിശ്വസിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ തിരുനാമത്തും അല്ലാഹുവിന്റെ സിഫത്തുകളും അത് മാത്രമേ ഖദീമായിട്ടുള്ളൂ, ഉള്ളതായിട്ട് അല്ലാഹു മാത്രമേ ഉള്ളൂ. അല്ലാഹുവിന്റെ തിരുനാമത്തും അല്ലാഹുവിന്റെ സിഫത്തുകളും അത് ഉള്ളതാണ്, ആരും ഉണ്ടാക്കിയതല്ല. എന്നുമെന്നും ഉള്ളവനാണ് അല്ലാഹു. അല്ലാഹുവിന്റെ സിഫത്തും അത് മുമ്പേ ഉള്ളതാണ്, അത് ഉണ്ടായതല്ല, ഉള്ളതാണ്. അല്ലാഹുവിന്റെ ദാത്തും അല്ലാഹുവിന്റെ സിഫത്തും ഒഴികെയുള്ള മറ്റെല്ലാം മഖ്ലൂഖാണ്, പടപ്പാണ്. അല്ലാഹു സൃഷ്ടിച്ചതല്ലാത്ത മറ്റൊന്നും ഇല്ല എന്നാണ് നാം വിശ്വസിക്കുന്നത്. ഈ പ്രവിശാലമായ ഭൂമിയാണെങ്കിലും ഈ ഭൂമിക്ക് മേൽക്കൂരയെന്ന വണ്ണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ആകാശഗോളങ്ങളാണെങ്കിലും കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാണ്. അല്ലാഹു സൃഷ്ടിക്കാത്തതായിട്ടൊന്നുമില്ല. ഈ ഭൂമിയിൽ പണ്ടുപണ്ടേ ഉള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു ശൂന്യതയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ സൃഷ്ടിച്ചതാണ്. അല്ലാഹുവിന്റെ സൃഷ്ടിയിൽ പ്രഥമമായ സൃഷ്ടി നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആദ്യത്തെ സൃഷ്ടി
മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പ്രസിദ്ധനായ സ്വഹാബിയാണ്, അൻസ്വാരിയാണ്. അദ്ദേഹം ഒരിക്കൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ബിഅബീ അൻത വഉമ്മീ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, എന്റെ ബാപ്പയും ഉമ്മയും വേണമെങ്കിൽ അങ്ങേക്ക് ദണ്ഡം നൽകാം. അത്ര സ്നേഹത്തിന്റെ ഒരു വാക്കാണ്, സ്വഹാബത്ത് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ബിഅബീ അൻത വഉമ്മീ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, അല്ലാഹു ആദ്യം സൃഷ്ടിച്ച സൃഷ്ടി ഏതാണ്? അല്ലാഹു തആലയുടെ പടപ്പുകളിൽ ആദ്യം സൃഷ്ടിച്ചത് എന്താണ്? മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചപ്പോൾ നബി തങ്ങൾ കൊടുത്തത്, ജാബിറേ, നൂറു നബിയ്യിക്, നിന്റെ പ്രവാചകരാകുന്ന എന്റെ വെളിച്ചമാണ്, എന്റെ ഒളിവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം സൃഷ്ടിച്ചത്. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒളിവാണ് അല്ലാഹു തആല ആദ്യം സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ഒളിവിൽ നിന്നാണ് മറ്റെല്ലാ പടപ്പുകളെയും സകല ചരാചരങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒളിവിൽ നിന്നാണ്. നാം കുട്ടികൾക്ക് സാധാരണ ചൊല്ലിക്കൊടുക്കാറുള്ളത് പോലെ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ നൂർ മുഹമ്മദ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവെളിച്ചം, ആ ഒളിവ്, അതാണ് അല്ലാഹു തആല ആദ്യം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് മറ്റെല്ലാം അല്ലാഹു തആല സൃഷ്ടിച്ചു. ആകാശവും ഭൂമിയും അല്ലാഹു തആല സൃഷ്ടിച്ചു. വലഖദ് ഖലഖ്നസ് സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാം. ഏഴ് ആകാശങ്ങളെ നാം സൃഷ്ടിച്ചു, വല്ലർ ഭൂമിയെയും. ഏഴ് ആകാശങ്ങൾ ഓരോ ആകാശങ്ങൾ വിവിധ രൂപത്തിലാണ്, വിവിധ വസ്തുക്കൾ കൊണ്ടാണ് അല്ലാഹു തആല ഓരോ ഭൂമിയെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു തആല ഭൂമികൾ എന്ന് പറയുന്നില്ല, ഭൂമി എന്നേ ഉപയോഗിക്കുന്നുള്ളൂ. അത് മഹാമായ പണ്ഡിതന്മാർ ഖുർആൻ വ്യാഖ്യാന പല കാരണവും അതിൽ നിരത്തിൽ ഭൂമി എന്നത് ഏറ്റുകളാണ്. ആകാശം കൃത്യമായിട്ട് അല്ലാഹു തആല പഠിപ്പിച്ചതാണ്. സബ്അ സമാവാതിൻ ായിട്ടാണ് അല്ലാഹു തആല ആകാശം സൃഷ്ടിച്ചിരിക്കുന്നത്. രണ്ട് ആകാശത്തിനിടയിൽ എത്രയോ അനേകമായിരം കിലോമീറ്ററുകളുണ്ട്. ഒരു ആകാശത്തേക്കാൾ എത്രയോ വലുതാണ് രണ്ടാമത്തെ ആകാശം, രണ്ടാമത്തെ ആകാശത്തേക്കാൾ എത്രയോ വലുതാണ് മൂന്നാമത്തെ ആകാശം. ആറ് ആകാശവും ഒന്നിച്ച് അതിനേക്കാൾ വലുതാണ് ഏഴാം ആകാശം. ആ ആകാശങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് അല്ലാഹുവിന്റെ ആ ഏറ്റവും വിശാലമാകുന്ന അർശെന്ന മഹാഗോളത്തിലിട്ട് കഴിഞ്ഞാൽ ഒരു വിശാലമായ മരുഭൂമിയിൽ ഒരു മൊട്ട ഉറുപ്പിക, ഒരു ചെറിയൊരു വസ്തു ഇട്ടതുപോലെയാണ് അർശാദന മഹാഗോളം. ഇതെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. ഇതെല്ലാം അല്ലാഹു തആല സൃഷ്ടിച്ചു. ആകാശഭൂമിക്കിടയിലുള്ളതും നാം സൃഷ്ടിച്ചു. ഫീ സിത്തത്തി അയ്യാം, ദിവസങ്ങളിൽ ഞായറാഴ്ച തുടങ്ങിയത്, വെള്ളിയാഴ്ചയാണ് അവസാനിച്ചത്. ശനിയാഴ്ച കൊണ്ട് എല്ലാം കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ അതിലൂടെ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് പടക്കാൻ കഴിയും? ആകാശവും ഭൂമിയും 6 ദിവസം അല്ലാഹു തആല എടുത്തിരിക്കുന്നത്. 6 ദിവസം എന്ന് പറഞ്ഞാൽ 6 ദിവസത്തിന്റെ ദൈർഘ്യം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദിവസം എന്ന് പറയുന്നത് സൂര്യന്റെ കറക്കം കൊണ്ടുണ്ടാകുന്നതാണ്. ഇപ്പൊ സൂര്യനെ പടക്കുന്നതിന് മുമ്പ് എന്ത് ദിവസമാണ്? ഇത് സ്വാഭാവികമായും സംശയമുണ്ടാകാം. എന്ന് പറഞ്ഞാൽ അതിന്റെ ദൈർഘ്യം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ദൈർഘ്യത്തിൽ അല്ലാഹു തആല സൃഷ്ടിക്കുന്ന അല്ലാഹുവിന് കഴിയാത്തത് കൊണ്ടല്ല, അതും നമ്മൾ പഠിപ്പിക്കാനാണ്. ഏത് കാര്യത്തിനും ധൃതി പാടില്ല എന്നൊരു കാര്യം പഠിപ്പിക്കാനാണ് അല്ലാഹു തആല 6 ദിവസം എടുത്തതാവട്ടെ. 6 ദിവസം കൊണ്ടൊക്കെ അല്ലാഹു തആല പഠിച്ചു. റബ്ബ് തആല പറയുന്നു,
പടച്ചതിന്റെ പേരിൽ ഒരു ക്ഷീണവും നമുക്കുണ്ടായിട്ടില്ല. അത് പടക്കാനൊരു ബുദ്ധിമുട്ടും നമുക്കുണ്ടായിട്ടില്ല. ആ ആകാശഭൂമി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. അപ്പോഴൊന്നും മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല. വർഷങ്ങൾ എത്രയോ കഴിഞ്ഞു. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്ന് സൃഷ്ടിച്ചിട്ടുണ്ട്. അത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭൗതിക ശരീരം പടക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആത്മാവിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആദം നബി മാത്രമല്ല നമ്മുടെ ആത്മാവിനെയും കണ്ടുമുട്ടിയ അറിവാണെങ്കിൽ അവിടെ വെച്ച് പരിചയപ്പെട്ട ലോകം ചെയ്ത കണ്ടുമുട്ടിയ ആത്മാവിന്റെ ഉടമകളാണ് ഭൂമിയിലെത്തി കഴിഞ്ഞാൽ ഒരാൾ വിദേശ രാജ്യത്താണെങ്കിലും അവിടെ വെച്ച് കണ്ടുമുട്ടുന്നത്. അവിടെ കുറിച്ച് വലിയ ബന്ധവും തമ്മിൽ വലിയ സ്നേഹിതരായിത്തീരുന്നത് അതുകൊണ്ടാണ്. അതേ സ്ഥാനത്ത് അവിടെ വെച്ച് അർവാഹിന്റെ ലോകത്ത് വെച്ച് പരിചയമില്ലാത്തവർ ചുരുക്കം. അപ്പോൾ പറഞ്ഞു വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒക്കെയും അതിനു മുമ്പേ മനുഷ്യന് മുമ്പ് അല്ലാഹു തആല സൃഷ്ടിച്ചു. മലക്കിനെ സൃഷ്ടിച്ചു, ജിന്നിനെ സൃഷ്ടിച്ചു, അർവാഹിനെ സൃഷ്ടിച്ചു. ജിന്ന് തന്നെ മനുഷ്യന്റെ മുമ്പ് ഈ ഭൂമിയിൽ അധിവസിച്ചിട്ടുണ്ട്. ഒരുപാട് കാലം ഇവിടെ ജിന്നുകൾ ജീവിച്ചിട്ടുണ്ട് മനുഷ്യന്റെ മുമ്പ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെയാണ് അവന്റെ തീരുമാനം അറിയിക്കുന്നത് പുതിയൊരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ. മലക്കുകളോട് ചോദിച്ചു, അവർ പറഞ്ഞു വേണ്ട, ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ മതിയല്ലോ. അള്ളാഹു പറഞ്ഞു പോരാ, ഞാനൊരു വിഭാഗത്തെ ഇവിടെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മകളുടെ അമ്മ എടുത്തത്. അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം നമ്മുടെ ഉപ്പാപ്പയായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കാൻ വേണ്ടി ഭൂമിയിലുള്ള വിവിധങ്ങളായ മണ്ണിന്റെ അംശങ്ങൾ എടുത്തിട്ടുണ്ട്. വിവിധങ്ങളായ മണ്ണിന്റെ അംശങ്ങൾ. ആ മണ്ണ് കൊണ്ട് മനുഷ്യന്റെ രൂപമുണ്ടാക്കി, കളിമണ്ണ് കൊണ്ട്. ഹൽ അതാ അലൽ ഇൻസാൻ ഹീനുൻ മിനദ് ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പടക്കാൻ വേണ്ടി കൊണ്ടുവന്ന കളിമണ്ണ് കൊണ്ട് മനുഷ്യന്റെ രൂപമുണ്ടാക്കി. ഒരുപാട് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും അങ്ങനെ പോയി. അന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മണ്ണിന്റെ സ്വഭാവമാണ്. സ്ഥലങ്ങളിലുള്ള മണ്ണ് ഒരുമിച്ച് കൂട്ടിയപ്പോൾ ആ മണ്ണിൽ നല്ല മണ്ണുണ്ട്.
മുന്തിയ മണ്ണുണ്ട്, വളരെ മോശമായ മണ്ണുമുണ്ട്. നിറം നല്ല നിറമാറുന്നത്, ഈ അടിസ്ഥാനത്തിന് സ്വഭാവം മാറുന്നത് മണ്ണിന്റെ സ്വഭാവമാണ്. അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു. അത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു. സുജൂദ് ചെയ്യാൻ അല്ലാഹു തആല ഉത്തരവിട്ടു. എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു. ഇബ്ലീസ് അതൊക്കെ നമുക്കറിയാം. അങ്ങനെ അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും തന്റെ ഇടത്തെ ഭാര്യയിൽ നിന്ന് സൃഷ്ടിച്ച തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഹവ്വ ബീബി റളിയല്ലാഹു അൻഹാ രണ്ടുപേരോടും അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ സ്വർഗ്ഗത്തിൽ താമസിക്കുക. മനുഷ്യന്റെ ഉത്ഭവമാണ് ഈ പറയുന്നത്. നിങ്ങൾ സ്വർഗ്ഗത്തിൽ താമസിച്ച സത്യവിശ്വാസികൾക്കല്ലാതെ മനുഷ്യകുലത്തിന്റെ ആരംഭവും തുടക്കവും കൃത്യമായി വിവരിക്കാൻ മുസ്ലിമീങ്ങൾക്കേ കഴിയുള്ളൂ. ഇസ്ലാമിൽ വിശ്വസിക്കാത്ത മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ആരംഭം എവിടെയാണെന്ന് വിവരിക്കാൻ കഴിയില്ല. ജീവിതത്തിന്റെ തുടക്കവും ജീവിതത്തിന്റെ ഒടുക്കവും വിവരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീതരായ അമ്പിയാക്കളെ ലോകത്തേക്ക് നിയുക്തരാക്കിയത്. ആ അമ്പിയാക്കളെ മാറ്റി നിർത്തിയാൽ മനുഷ്യന്റെ ആരംഭം പഠിക്കാൻ കഴിയില്ല. ഈ പ്രപഞ്ചത്തിന്റെ അതിന്റെ അത് എവിടുന്ന് തുടങ്ങി എന്നത് പഠിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ആദം ഹവ്വ ബീവിയോടും അല്ലാഹു തആല പറഞ്ഞു, രണ്ടുപേരും താമസിച്ചോ, നിങ്ങൾ സ്വർഗ്ഗത്തിൽ താമസിച്ചോ. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇബ്ലീസിനെ കുറിച്ച് താക്കീത് കൊടുത്തു. യാ ആദം ഇന്ന ഹാദാ അദുവ്വുൽ ലക വലിസൗജിക. ഈ പിശാചുണ്ടല്ലോ, ആ പിശാച് നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യ ഹവ്വ ബീബി റളിയല്ലാഹു അൻഹാ നിങ്ങൾ രണ്ടുപേരുടെയും ശത്രുക്കളാണ്. അത് നിങ്ങൾ തിരിച്ചറിയണം. ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്നത്തി തസ്താ. അതുകൊണ്ട് തന്നെ ആ പിശാച് ഒരിക്കലും കാരണമായി തീരും. നിങ്ങൾക്കിപ്പോൾ സ്വർഗ്ഗത്തിൽ വളരെ അധ്വാനിക്കേണ്ടതില്ല. നിങ്ങൾക്ക് അധ്വാനിക്കാതെ സുന്ദരമായി ജീവിക്കാൻ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ആദം ഇന്നലക അല്ലാ തജ്റഅ ഫിയാ വലാ തഅറ. ആദമേ, നിനക്ക് സ്വർഗ്ഗത്തിൽ സന്തോഷത്തിൽ ജീവിക്കാൻ ഒരു വിശപ്പുമില്ല. വലാ തഅറ, ഒരിക്കലും നീ നഗ്നനാവേണ്ടതില്ല. ജീവിതത്തിൽ ദണ്ഡിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല, അധ്വാനിക്കേണ്ടതില്ല. വഅന്നക ലാ തൽമഉ ഫീഹാ. നിനക്ക് സ്വർഗ്ഗത്തിൽ ഇല്ല, ഒരു ദാഹവും ഒരിക്കലും ഉണ്ടാകില്ല. വലാ തൽഹ, സൂര്യന്റെ ചൂട് തട്ടിയിട്ട് പ്രയാസപ്പെടേണ്ടി വരില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാ സ്വാതന്ത്ര്യവും സ്വർഗ്ഗത്തിൽ തരുന്നു. പക്ഷേ വലാ തഖറബ ഹാദിഹി ശജറ. ഒരു മരത്തെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു, പൂർണ്ണമായി സ്വാതന്ത്ര്യം നൽകുന്നു. പക്ഷേ വലാ തഖറബ ഹാദിഹി ശജറ, ഈ മരത്തോട് അടുക്കാൻ പാടില്ല. ഈ ഒരു മരത്തോട് വൃക്ഷത്തോട് അടുക്കാൻ പാടില്ല. കനി തിന്നരുത് എന്നല്ല പറയുന്നത്, അടുക്കുക പോലും ചെയ്യരുത്. അങ്ങനെ സന്തോഷത്തിൽ അങ്ങനെ ജീവിക്കുമ്പോഴാണ് മനുഷ്യകുലത്തിന്റെ ശത്രുവായ പിശാച് സ്വർഗത്തിൽ കടക്കാൻ അനുവാദമില്ലെങ്കിലും സ്വലാത്തു വസ്സലാമുമായിട്ട് പല സംസാരവും നടത്തി, കഥകൾ പറഞ്ഞു, കിസ്സ പറഞ്ഞു, കൂട്ടത്തിൽ പറഞ്ഞു പിശാച്, യാ ആദം, ആദമേ, ഹൽ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദ് വമുൽകിൻ ലാ യബ്ലാ. ഞാൻ നിനക്കൊരു മരത്തെക്കുറിച്ച് പറഞ്ഞു തരട്ടെയോ? ആ മരത്തിന്റെ കനി നീ തിന്നാൽ നിനക്ക് ഈ ആനന്ദകരമായ സന്തോഷകരമായ ജീവിതം ശാശ്വതമായി ആസ്വദിക്കാം. അതൊരിക്കലും നിലക്കുന്നതല്ല. ഈ മരത്തിന്റെ കനി തിന്നണം. തിന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇത് അവസാനിച്ചു പോകാൻ സാധ്യതയുണ്ട്. പിശാചിന്റെ ദുർബോധനം ഫലിച്ചു. പിശാചിന്റെ ദുർബോധനം ഫലിച്ചു. ഭർത്താവാകുന്ന ആദം നബിയും ഭാര്യയാകുന്ന ഹവ്വ ബീവിയും രണ്ടുപേരും അതിൽ നിന്ന് തിന്നു. വിലക്കപ്പെട്ട കനി തിന്നേണ്ട താമസം വിശുദ്ധ ഖുർആൻ പറയുന്നു, തിന്നേണ്ട താമസം ഉടനെ തന്നെ ശരീരത്തിൽ നിന്ന് അവർ ധരിച്ച വസ്ത്രം അങ്ങ് അഴിഞ്ഞുപോയി. അവർ അയച്ചതല്ല, ഓട്ടോമാറ്റിക് അവർ ധരിച്ച വസ്ത്രം അങ്ങ് അഴിഞ്ഞുപോയി. നാണക്കേടല്ലേ? ഉടനെ തന്നെ
സ്വർഗത്തിലെ മരത്തിന്റെ വൃക്ഷങ്ങളിൽ മരത്തിന്റെ ഇലകൾ പറിച്ചിട്ട് ഈ നാണം മറക്കാൻ വേണ്ടി ശരീരത്തിൽ ഒട്ടിക്കാൻ തുടങ്ങി. മഹാന്മാരായ നമ്മുടെ ഇമാമുകൾ വിശദീകരിച്ചത് കാണാം. സ്ത്രീക്ക് എന്തുകൊണ്ടാണ് ആർത്തവമുണ്ടായത്? അതിന്റെ ഒരു യുക്തി ചിലർ പറയുന്നു. അതുണ്ടാവാൻ കാരണം ഹവ്വ ബീവി റളിയല്ലാഹു തആല അൻഹ ഈ കനി തിന്നാൻ വേണ്ടത് പൊട്ടിച്ചെടുത്തപ്പോൾ ചൊന നമ്മൾ പറയും നീര്, ആ നീരുറ്റാൻ തുടങ്ങി. അപ്പം ഈ മരത്തിൽ നിന്ന് നീരുറ്റിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയുടെ ഹവ്വ ബീവിയോട് പറഞ്ഞു, അവ്വാ ലഉദ്മിയന്നകി കദാ അദ്മൈതിഹാ, ഈ മരത്തിന് നീ നീരുണ്ടാക്കിയതുപോലെ നിനക്ക് ഞാൻ നീരുണ്ടാക്കും. അത് കാരണമാണ് പെണ്ണിനക്ക് ആർത്തവമുണ്ടായത് എന്ന് മഹാന്മാരായ നമ്മുടെ ഉമാമുകൾ വിശദീകരിച്ചതായിട്ട് കാണാം. അങ്ങനെ കണി കഴിച്ചതിന് ശേഷം രണ്ടുപേർക്കും വയറ്റിൽ നിന്നൊരു അസ്വസ്ഥത. ഒരസ്വസ്ഥവും സ്വർഗത്തിനുണ്ടാകില്ലല്ലോ. പക്ഷെ അല്ലാഹു തആല വിലക്കിയ കനി തിന്നപ്പോൾ വയറ്റിൽ അസ്വസ്ഥത. എന്തോ ഒരു അസ്വസ്ഥത. അവർക്ക് ബാത്റൂമിൽ പോകാൻ തോന്നി. പക്ഷെ സ്വർഗത്തിൽ അതൊന്നുമില്ലല്ലോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തെ വർണ്ണിച്ചുകൊണ്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, സഹാബ, സ്വർഗം എന്താണെന്ന് നിങ്ങൾ അറിയുമോ? ലാ യബൂലുന വലാ യതഗവ്വതുന, സ്വർഗത്തിൽ ആരും മൂത്രിക്കില്ല, സ്വർഗത്തിൽ ആരും കാഷ്ടിക്കില്ല, മറക്കിരിക്കുന്ന പരിപാടി സ്വർഗത്തിലില്ല. അപ്പം ചോദിച്ച് അപ്പം പിന്നെ കഴിച്ച ഭക്ഷണമൊക്കെ പിന്നെന്ത് ചെയ്യും? അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, അത് ശരീരത്തിൽ നിന്ന് കസ്തൂരിയുടെ സുഗന്ധമുള്ള വിയർപ്പായിട്ട് പുറത്തേക്ക് പോകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അതാണ് സ്വർഗം. പക്ഷേ വിലക്കപ്പെട്ട കരുതുന്നപ്പോൾ രണ്ടുപേർക്കും മറക്കിരിക്കാൻ മുട്ടി. ബാത്റൂം അന്വേഷിച്ച് ഇങ്ങനെ തെരഞ്ഞു നടക്കുമ്പോൾ അള്ള പറയുന്നത് ആ പരിപാടി ഒന്നും ഇവിടെയില്ല, ഇവിടെ പറ്റൂല, അതുകൊണ്ട് അതിന് പറ്റുന്നൊരു സ്ഥലമുണ്ട്, അത് പറഞ്ഞു തരാൻ. അങ്ങനെയാ പറഞ്ഞത്, പറ്റിയ സ്ഥലം അവിടേക്ക് നിങ്ങൾ ഇറക്കി വിടാം എന്ന് പറഞ്ഞിട്ടാണ് രണ്ടുപേരെയും ഭൂമിയിലേക്ക് ഇറക്കി വിടുന്നത്. പാകം എന്തായി? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വ ബീവിക്കും മറക്കിരിക്കാൻ വേണ്ടി അല്ലാഹു തആല ഒരുക്കി കൊടുത്ത സ്ഥലമാണ് ഈ ദുനിയാവ്. ചുരുക്കി പറഞ്ഞാൽ നാം ആകെ ഒരു കക്കൂസിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അതിനർത്ഥം. അല്ലാഹു തആല ഒരു പൊരുത്തം കൊടുത്ത് ഇറക്കുമ്പോ എന്താ? ബഅലുക്കും ലിബഅലിൻ അദുവ്വ്, നിങ്ങൾ ചിലർക്ക് ശത്രുക്കളായിരിക്കും. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഐക്യത്തിലാക്കാൻ കഴിയൂല. അള്ളാന്റെ പൊരുത്തമുണ്ട്. ചിലർക്ക് ശത്രുക്കളാകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ 2-3 ദുആ നടത്തിയില്ലേ? അപ്പോ 3 ദുആ നബി തങ്ങൾ നടത്തിയപ്പോ അതിലൊന്ന് ദുആനത് പടച്ചവനെ എന്റെ സമുദായത്തെ പൂർണ്ണമായിട്ടും ഭരിക്കുന്ന, അടിച്ചൊതുക്കുന്ന ഒരു രാജാവ് ശത്രുക്കൾ നീ അധികാരം കൊടുക്കരുതേ. അല്ലാഹു തആല ദുആ സ്വീകരിച്ചു. ചെയ്തു. ആ കൂട്ടത്തിൽ ദുആ ചെയ്തത് മുസ്ലിമീങ്ങൾ പൂർണ്ണ ഐക്യത്തിലാകണേ. അപ്പൊ അള്ളാഹ് പറഞ്ഞത് ദുആരക്കണ്ട, അതിന് ഉത്തരം കിട്ടൂല. ശത്രുക്കളായിരിക്കും. അല്ലാഹു തആല എന്നാലും മൊത്തത്തിലാവൂലല്ലേ, എന്നാൽ ഐക്യം ഉണ്ടാവും. നമ്മളെ പ്രദേശങ്ങളെല്ലാം അല്ലാഹു തആല പൂർണ്ണമായ ഐക്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടുപേരെയും ഇറക്കി വിട്ടു. മനുഷ്യൻ ജീവിതത്തിന്റെ ആരംഭമായി പറയുന്നത് ഒരേ സ്ഥലത്തല്ല ഇറക്കി വിട്ടത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എവിടെയാണ്? സിലോണിൽ എന്നാണ് നമ്മൾ സാധാരണ ചരിത്രം പറയാ. ഹവ്വ ബീവിയെ മറ്റേതോ ഒരു സ്ഥലത്താണ് ഇറക്കി വിട്ടത്. അങ്ങനെ നടന്ന് അവസാനം രണ്ടുപേരും സന്ധിച്ചത് ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അതുകൊണ്ടാണ് യൗമുൽ ജുമുഅ എന്ന് വെള്ളിയാഴ്ച ദിവസത്തിന് പേര് വന്നത്. സന്ധിച്ച ദിവസം, ഒരുമിച്ച് കൂടിയ ദിവസം. ആര്? ആദം നബിയും തന്റെ ഭാര്യ ഹവ്വ ബീവിയും. എവിടെ വെച്ച് ഒരുമിച്ച് കൂടി? അറഫ മണ്ണിൽ വെച്ച്. അതുകൊണ്ടാണ് അറഫ മണ്ണിന് അറഫ എന്ന് പേര് വന്നത്. രണ്ടുപേരും തമ്മിൽ കണ്ടു പരിചയപ്പെട്ട സ്ഥലം വെള്ളിയാഴ്ച ദിവസവും. അങ്ങനെ അവരുടെ ജീവിതം അങ്ങ് തുടങ്ങി.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 20 തവണ ഹവ്വ ബീബി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയായി ഓരോ പ്രസവത്തിലും 2 മക്കൾക്ക് ജന്മം നൽകി. അങ്ങനെ 40 മക്കളുണ്ടായി. ഞാൻ ആ സംഭവം വിശദീകരിച്ചു പറയുന്നില്ല. അവർക്ക് പിന്നെ മക്കളുണ്ടായി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്താകുന്ന സമയത്ത് ആയിരക്കണക്കിന് പേരമക്കളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ കിതാബുകൾ വിവരിക്കുന്നു. ഇന്നുള്ളതൊക്കെ തീർത്തും ആദം നബിയുടെ പേരമക്കളല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളുടെ തറവാടാണ് സ്വർഗം. ആ സ്വർഗമാകുന്ന തറവാട്ടിൽ നിന്നാണ് നിങ്ങൾ ഭൂമിയിലേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തറവാടിലേക്ക് തന്നെ തിരിച്ചു വരണം. സ്വർഗമാണ് നമ്മുടെ തറവാട്. ആ തറവാടിലേക്ക് എത്തണമെന്നും ആ തറവാടിൽ താമസിക്കണമെന്നുള്ള മനസ്സിന്റെ അടുത്തുള്ള ആഗ്രഹം, ആ ആഗ്രഹം ഈമാന്റെ ഭാഗമാണ്. ഹുബ്ബുൽ വത്നി മിനൽ ഈമാൻ, സ്വദേശത്തെ സ്നേഹിക്കൽ ഈമാന്റെ ഭാഗമാണ്. നമ്മുടെ സ്വദേശം ഏതാണ്? സ്വർഗമാണ്. ആ സ്വർഗത്തിലെത്തണമെന്ന ഒരു ആഗ്രഹം എന്ന് മനസ്സിലുണ്ടായിരിക്കണം. അത് ഈമാന്റെ ഭാഗമാണ്. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ കഴിയണമെങ്കിൽ ഞാൻ മലക്കുകൾ, ഞാൻ അമ്പിയാക്കളയക്കും, ഞാൻ വേദഗ്രന്ഥമയക്കും. നിങ്ങൾക്ക് വഴി കാണിക്കാൻ വേണ്ടി പണ്ഡിതന്മാരും ഇമാമുകളും വരും. ആ സമയത്ത് വമനിത്തബഅഹുദായ, എന്റെ നേർവഴിയോട് ആരാണോ പിൻപറ്റുന്നത്, അവർ ഒരിക്കലും വഴിതെറ്റൂല. അമ്പിയാക്കൾ പോയ റൂട്ട്, സ്വഹാബത്ത്, താബിഈങ്ങൾ, അഇമ്മത്ത്, സച്ചരിതരായ മഹാരഥന്മാർ, ഔലിയാക്കൾ, മഹത്തുക്കൾ, നമ്മുടെ മുൻഗാമികൾ, അവരെ പോയതായ സ്വാഗതത്തെ എന്റെ ബോധത്തിൽ കൊണ്ട് വിക്രാകുന്ന ഖുർആനെ തൊട്ട് അതവഗണിച്ചിട്ടാരെങ്കിലും ജീവിച്ചാൽ ദുനിയ ജീവിതമാണ് അവനിക്ക്. അവനക്ക് തറവാട്ടിലെത്താൻ കഴിയില്ല. അവൻ നരകമാണ് കാത്തു നിൽക്കുന്നത്. അല്ലാഹു പറഞ്ഞു, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, കണ്ണ് കാണുന്ന മനുഷ്യന്മാരെ ജീവിതത്തിലേക്കൊരു കണ്ടേ. അവർ മഹ്ശറയിൽ എത്തുന്ന സമയത്ത് കാഴ്ചയുള്ള കണ്ണവർക്കില്ല. പൊട്ടന്മാരാണ്. കണ്ണുപൊട്ടനാണ് അബൂജഹൽ, കണ്ണുപൊട്ടനാണ് അബൂലഹബ്, കണ്ണുപൊട്ടനാണ് ഫറോവ, നിമ്പോൾ, ഉത്തുബത്ത് തുടങ്ങിയുള്ള കുഫറിന്റെ മൂടാച്ചികളെല്ലാം നാളെ മഹ്ശറയിൽ എത്തുന്നത് കണ്ണുപൊട്ടന്മാരായിട്ടാണ്. ഇവിടെ അവർ കണ്ണുപൊട്ടന്മാരായിരുന്നില്ല. അവർ ചോദിക്കും, റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുന്തു ബസീറാ, പടച്ചവനെ ഞങ്ങൾ കണ്ണുപൊട്ടന്മാരല്ലല്ലോ, പിന്നെ എങ്ങനെ ഞങ്ങൾ കണ്ണുപൊട്ടന്മാരായി? അല്ലാഹു പറഞ്ഞു, നമ്മുടെ നബിമാർ നിങ്ങളേക്ക് വന്നപ്പം പരിഹസിച്ചില്ലേ? സഹാബത്തിനെ പരിഹസിച്ചില്ലേ? ആലിമീങ്ങൾ നിങ്ങളത് തല്ലിയില്ലേ? അതുപോലെ ഇന്ന് നിന്നെയും തള്ളും, നിന്നെ ഞാൻ അവഗണിക്കും, നിന്നെ മൈൻഡ് ചെയ്യില്ല. നീ പൊട്ടനായിട്ടാണ് ഭൂമിയിൽ ജീവിച്ചതെങ്കിൽ ആ കണ്ണ് പൊട്ടനായിട്ട് തന്നെയാണ് മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടുക. ഇത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിന് വിവിധ ഘട്ടങ്ങളുണ്ട്. നാം ഈ രൂപത്തിലല്ലല്ലോ ഭൂമിയിലേക്ക് ആ ജനന തീയതിക്ക് മുമ്പ് നാം എവിടെയായിരുന്നു? ഒരു 8-9 മാസം ഉമ്മാന്റെ ഗർഭപാത്രത്തിലാണ്. ആ 9 മാസം മുമ്പ് നാം എവിടെയായിരുന്നു? നാം എവിടെയുമായിരുന്നില്ല. നാം നമ്മുടെ ബാപ്പമാരുടെ പിതാക്കന്മാരുടെ മുതുകിലുള്ള ബീജമായിരുന്നു. ആ ബീജം പല പിതാക്കന്മാരും അവർ തമ്മിൽ ഇണചേർന്നപ്പോൾ ആ പിതാവിന്റെ ബീജവും മാതാവിന്റെ അണ്ടവും അത് ഗർഭപാത്രത്തിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടി ഘട്ടം ഘട്ടമായി പടച്ചതാണ് നാമേ. നിന്റെ ഉമ്മാന്റെ, നിന്റെ അമ്മയുടെ, മാതാവിന്റെ ഗർഭപാത്രത്തിൽ വെച്ച് നിങ്ങളെ രൂപപ്പെടുത്തിക്കൊണ്ടുവന്നു. ഖൽഖൻ മിൻ ബഅദി ഖൽഖ്, ഒരു സൃഷ്ടിപ്പിന് ശേഷം മറ്റൊരു സൃഷ്ടിപ്പായിട്ട് നിങ്ങൾ കേവലം ബീജമായിരുന്നു. ഇന്ദ്രിയ തുള്ളിയ
40 ദിവസം അത് ഗർഭപാത്രത്തിലൂടെ കറങ്ങിക്കൊണ്ടിരുന്നു. 40-50 ദിവസമായപ്പോൾ അത് ശരിക്കും അവിടെ ഉറച്ചു നിന്നു. പിന്നതെന്തായി? അത് രക്തപിണ്ഡമായി ഒരു 40 ദിവസം കഴിയുമ്പോ. പിന്നെ ഒരു 40 ദിവസം കഴിഞ്ഞപ്പോൾ എന്തായി? 120 ദിവസം പൂർത്തിയാകുമ്പോഴേക്ക് മനുഷ്യരൂപം പ്രാപിച്ചു. എവിടെ വെച്ച്? വിശുദ്ധ ഖുർആന്റെ മൊഴി, 3 ഇരുട്ടിന്റെ അറകൾ. ആ അറയുടെ ഉള്ളിൽ വെച്ചാണ് രാജാതിരാജനായ അല്ലാഹുവിന്റെ ഇടപെടൽ നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഉമ്മാന്റെ വയറാകുന്ന വയറ്റിനകം അത് ഇരുളാണ്. ആ വയറ്റിന്റെ ഉള്ളിലുള്ള ഗർഭപാത്രം കുട്ടി ഉറയെന്ന് പറയുന്ന മറു. ഈ 3 ഇരുളുണ്ട്. ഈ 3 ഇരുളുകളുടെ ഉള്ളിൽ വെച്ച് അതെല്ലാം കാണുന്ന അറിയുന്ന സർവാധിനാഥനായ അല്ലാഹ് ആരായിരുന്നു ഗർഭപാത്രത്തിലുള്ള കുട്ടിക്ക് കൊടുക്കേണ്ട ഭക്ഷണം കൊടുത്തത്? ആരായിരുന്നു വായു കൊടുത്തത്? 9 മാസം ആ കുട്ടിയെ നിയന്ത്രിച്ചത് നമുക്ക് അതിന് വല്ല പങ്കുമുണ്ടോ? സഹോദരങ്ങളെ, ആലോചിക്കേണ്ട വിഷയമാ. അല്ലാഹു തആല വളർത്തിക്കൊണ്ടുവന്നു. അല്ലാഹു തആല നിശ്ചയിച്ച മാസം പൂർത്തിയായപ്പോ, ദിവസമായപ്പോ, മണിക്കൂറെത്തിയപ്പോൾ, മിനിറ്റെത്തിയപ്പോൾ, സെക്കൻഡ് എത്തിയപ്പോൾ ഡോക്ടർമാർക്കൊന്നും ഇതിലൊരു പങ്കുമില്ല. അവർക്കൊന്നും ഇതിലൊരു കാര്യം ചെയ്യാൻ കഴിയില്ല. സൂറത്തുൽ നഹ്ലിൽ അല്ലാഹു പറയുന്നു, നിന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിനെ പുറത്തേക്ക് കൊണ്ടുവന്നത് അല്ലാഹുവാണോ? വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ തള്ളയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് അല്ലാഹുവാണ്. ലാ തഅലമൂന ശൈഅ, അന്ന് നിങ്ങൾക്ക് ഒരു ചുറ്റും അറിയില്ല. മനുഷ്യനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? മനുഷ്യേതര ജീവികൾക്ക് പ്രസവിച്ചു കഴിഞ്ഞാലുള്ള സിദ്ധി പോലും മനുഷ്യനിക്കില്ല. അത് സ്വയം ചിലപ്പോൾ എഴുന്നേൽക്കും, സ്വയം ചലിക്കാൻ കഴിയും. പ്രസവിച്ച കുട്ടിക്കൊന്ന് ചെരിഞ്ഞു കിടക്കാൻ പോലും സ്വന്തം കഴിയില്ല. വാവിട്ടി കറിയാനല്ലാതെ ഒരു കുട്ടിക്ക് എന്തിനു കഴിയും? ഒന്നും കഴിയില്ല. പിന്നെ ഘട്ടം ഘട്ടമായി അള്ളാഹ് വളർത്തുകയാണ്. ആ കുട്ടി കുറെ മാസങ്ങൾ കഴിയുമ്പോ പിന്നൊന്ന് കമയിൽ കുമ്പിട്ട് കിടക്കും, പിന്നെ ഒന്ന് ഇരിക്കും, പിന്നെ വെല്ലണം നടക്കും, പിന്നെ ഒന്ന് ഓടും. കുട്ടിക്ക് വരേണ്ട സമയത്തെത്തുമ്പോൾ അല്ലാഹു തആല പല്ല് മുളപ്പിക്കും. ഇതെല്ലാം അല്ലാഹുവിന്റെ നിയന്ത്രണമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്തു. അല്ലാഹു അറിയുന്നു. എന്നിട്ട് നിങ്ങളെ കൊണ്ടുവന്നു. യുഖ്രിജുക്കും തുഫ്ല, ജീവിതത്തിന്റെ ഘട്ടമാണ്. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഒരു ജീവിതമായിരുന്നു. പുറത്തു വന്നപ്പോൾ നമ്മൾ ിലായി, ചോരക്കുട്ടിയായി. അങ്ങനെ കുഞ്ഞായ സമയത്ത് അല്ലാഹു തആല വളർത്തിക്കൊണ്ടുവന്നു. ജീവിതത്തിന്റെ ഒരു ഘട്ടമാണ് ബാല്യകാലം എന്ന് പറയുന്നത്, ശൈശവം. ആ ശൈശവം കഴിഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല കൗമാരത്തിലേക്ക് നമ്മളെ കടത്തിവിടുന്നു. അതിനുശേഷം അല്ലാഹു തആല യൗവനത്തിലേക്ക് എത്തിക്കുന്നു. അശുദ്ധക്കും, നിങ്ങളുടെ യൗവനത്തിന്റെ അതിന്റെ പൂർണ്ണ യൗവനത്തിന്റെ ആരോഗ്യവും എല്ലാം പൂർണ്ണ ദശയിലെത്തുന്ന സമയമാണ് ഒരാളുടെ 30-40 വയസ്സിനിടയിലുള്ള കാലം എന്ന് പറയുന്നത്. യുവത്വത്തിന്റെ അതിന്റെ എല്ലാ അളവിലും ആരോഗ്യവും കാമവും മോഹവും എല്ലാം അല്ലാഹു തആല പൂർണ്ണമായിട്ട് നൽകുന്ന പ്രായം 30 മുതൽ 40 വരെയാണ്. 40 വയസ്സാകുമ്പോഴാണ് ഒരാൾ സമ്പൂർണ്ണ മനുഷ്യനാകുന്നത്. അതുകൊണ്ടല്ലേ നബിമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നബുവത്ത് നൽകുന്നത് 40 വയസ്സ് തികഞ്ഞാലാണ്. 40 വയസ്സ് തികയുമ്പോൾ സമ്പൂർണ്ണ. പിന്നെ അല്ലാഹു തആല ആയുസ് നീട്ടി തരും. നിങ്ങൾ വാർദ്ധക്യത്തിലേക്ക് കടക്കാൻ വേണ്ടി, വാർദ്ധക്യത്തിലേക്ക് എത്താൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ സമയത്താവേണ്ട വയസ്സാകും. പ്രായം അങ്ങനെ കഴിയും. വർഷം കഴിയുമ്പോൾ പ്രായം കൂടും. ഇന്നിപ്പോ ചില ആളുകൾ, ചിലരല്ല പലരും ചെയ്യുന്നത് എന്താണെന്നറിയോ? വയസ്സിനൊത്ത് ശരീരത്തിന് മാറ്റങ്ങൾ സംഭവിക്കില്ലേ? അപ്പൊ മുടിയൊക്കെ നരച്ചാൽ, തലമുടിയൊക്കെ നരച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്നറിയോ? കറുപ്പിക്കുക. ഇന്നിപ്പോ വ്യാപകമായി നിങ്ങളുടെ പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന
വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റും കുറ്റവുമാണ് സൂചിപ്പിക്കുന്നത്. കറുപ്പിക്കുക, നരച്ച മുടി കറുപ്പിക്കേണ്ട ആവശ്യം. സുബ്ഹാനഹു വ തആല ശരീരത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതില്ലാതാക്കാനാണോ നാം ശ്രമിക്കുന്നത്? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? മുസ്ലിമിന്റെ ഹദീസല്ലേ അസ്റബായം മോഡൽ സുന്നത്താണ്. മൈലാഞ്ചി ചായമൊക്കെ പറ്റും, സുന്നത്ത്. അത് പറഞ്ഞിട്ട് നബി തങ്ങൾ പറഞ്ഞു വജിത്തനിബുസ്സവാദ്, കറുപ്പ് നിങ്ങൾ വർജിക്കണം. കറുപ്പ് ചായം ഇടാൻ പാടില്ല, മുസ്ലിമിന്റെ ഹദീസാണ്. ആ ഹദീസ് വെച്ചുകൊണ്ടാണ് ഇമാമുകൾ പറയുന്നത് മുടി നരച്ചു കഴിഞ്ഞാൽ ആണാവട്ടെ പെണ്ണാവട്ടെ കറുപ്പിക്കാൻ പാടില്ല, അത് ഹറാമാണ്, നിഷിദ്ധമാണ്, കുറ്റമാണ്. ലോകത്താദ്യമായി നരച്ചമുടി കറുപ്പിച്ചത് അവ്വലു മൻ ഖലമ ബിസ്സവാദി ഫിർഔൻ, ഫറോവയായിരുന്നു. ആ ഫറോവന്റെ പിൻഗാമികളാകാനാണോ നാം ഇഷ്ടപ്പെടുന്നത്? അല്ലാഹു തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത് വലിയ തെറ്റാണ്. വയസ്സാകുന്ന സമയത്ത് വയസ്സാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വമിൻകും മൻ യുതവഫാ മിൻ ഖബല, ഇപ്പറഞ്ഞ ആയുസ് എല്ലാവർക്കും കിട്ടണമെന്നില്ല, എല്ലാവർക്കും യൗവനം ലഭിച്ചുകൊള്ളണമെന്നില്ല, എല്ലാവർക്കും 60, 70, 80 വയസ്സും ലഭിച്ചുകൊള്ളണമെന്നില്ല. വമിൻകും മൻ യുതവഫാ മിൻ ഖബല, അതിനു മുമ്പേ മരിച്ചു പോകുന്നവർ നിങ്ങളെ കൂട്ടത്തിനുണ്ട്. കുട്ടിക്കാലത്ത് മരിച്ചു പോകുന്നവരുണ്ട്, കൗമാരത്തിൽ മരിച്ചു പോകുന്നവരുണ്ട്, യൗവനത്തിന്റെ ആരംഭത്തിൽ മരിച്ചു പോകുന്നതുണ്ട്. അപകടം ഒരു നിമിത്തമാകാം, ദുരന്തങ്ങൾ ഒരു നിമിത്തമാകാം, രോഗം ഒരു നിമിത്തമാകാം. വയറിനകത്തുള്ള ശരീരത്തിനകത്തുള്ള വലിയ വലിയ രോഗങ്ങൾ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നിങ്ങളുടെ ആയുസ് നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട അവധിയെത്താൻ അതൊരു നിമിത്തമാകാം. നിശ്ചയിച്ച സമയത്തെത്തുമ്പോൾ മരിക്കും. ചിലപ്പോൾ കുട്ടി വയറ്റിനകത്ത് തന്നെ ചിലപ്പോൾ ജീവ് പോകാം, പുറത്തെത്തില്ല. അതും അല്ലാഹുവിന്റെ നിശ്ചയിക്കപ്പെട്ട ആ കുട്ടിക്കുള്ള അവധി അവിടുന്ന് കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതെല്ലാം ഒരു പരീക്ഷണമാണ്. കുട്ടിക്ക് വയറ്റിനകത്ത് തന്നെ ജീവ് പോകാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇമാമുകൾ പറയുന്നു ആ കുട്ടി ശഫാഅത്തിന് പരലോകത്ത് വരും എന്ന് മാത്രമല്ല, വയറ്റിനകത്ത് ജീവ് പോയ കുട്ടി പേരിടെ തന്നെ സുന്നത്താണ് എന്നാണ് നമ്മുടെ ഇമാമുകൾ പറയുന്നത്. വാറ്റിനകത്ത് ജീവനാണോ എന്നറിയാൻ കഴിയാത്ത വിധമാണെങ്കിൽ ആണിനും പെണ്ണിനും പറ്റുന്ന ചില പേരുണ്ട്, പേര് ഇടാൻ പറ്റുന്നതാണ്. അത്തരം കുട്ടികൾ ശഫാഅത്തിന് വരും. നമ്മുടെ മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതിന്റെ വിധികൾ വിവരിക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ ജീവ് വാറ്റിനകത്ത് വെച്ച് പോകാം, പ്രസവിച്ചതിന് ശേഷം പോകാം. അങ്ങനെ വന്നാൽ ഒരു കുട്ടിയുടെ മയ്യത്ത് നിസ്കരിക്കണോ, കഫൻ ചെയ്യണോ, കുളിപ്പിക്കണോ, മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നേരത്തെ ജീവ് പോയി. നമ്മുടെ ഇമാമുകൾ പറയുന്നു അങ്ങനെ ഒരു കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞാൽ പ്രസവിച്ചതിന് ശേഷം ജീവന്റെ വല്ല അടയാളമുണ്ടെങ്കിൽ, വല്ല തുടിപ്പുമുണ്ടെങ്കിൽ, കുട്ടിയൊന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ, കുട്ടിയൊന്ന് ശരീരത്തിൽ അവയവം കൊണ്ട് ചലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പ്രസവിച്ചതിന് ശേഷം ജീവന്റെ എന്തെങ്കിലും അടയാളമുണ്ട്, ശേഷമാണ് ജീവ് പോയത് എന്നാൽ സാധാരണ മുതിർന്ന ആളുകൾക്ക് എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്തു കൊടുക്കൽ നിർബന്ധമാണ്. കുട്ടിയാണെങ്കിലും കുളിപ്പിക്കണം. കഫൻറ്റിനകത്ത് വെച്ച് ജീവ് പോയതാണ്, ഒരടയാളം പ്രസവിച്ചതിന് ശേഷം ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള കുട്ടിയാണെങ്കിൽ വയറ്റിനകത്ത് വെച്ച് തന്നെ ജീവ് പോയി. എന്നാൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരൂപം പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ, മനുഷ്യരൂപം പൂർണ്ണമായിട്ടുണ്ട്, വയറ്റിനകത്ത് വെച്ച് ജീവ് പോയതാണ്, അങ്ങനെ വരാം. അങ്ങനെ വന്നാൽ അവിടെ 3 കാര്യം ചെയ്യേണ്ടതാണ്. കുട്ടിയെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, മറവ് ചെയ്യണം, നിസ്കരിക്കാൻ പാടില്ല. വയറ്റിനകത്ത് വെച്ച് ജീവ് പോയി, പുറത്തു വെച്ച് ജീവന്റെ ഒരു അടയാളവും ഉണ്ടാകാത്ത കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് 3 കാര്യം ചെയ്തു കൊടുക്കുന്ന നിർബന്ധമാണ്. മനുഷ്യരൂപം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരം ഒഴികെ 3 കാര്യവും ചെയ്യണം. മാസം തികഞ്ഞിട്ടുണ്ടെങ്കിലും
9 മാസം തികഞ്ഞിട്ടുണ്ട്. 9ാമത്തെ മാസത്തിലാണ് വയറ്റിനകത്ത് വെച്ച് ജീവ് പോയത്. വയറ്റിനകത്ത് ജീവ് പോയി മനുഷ്യരൂപം പ്രാപിച്ചിട്ടുണ്ട്. 3 കാര്യം ചെയ്തു കൊടുക്കൽ നിർബന്ധമാണ്. നിസ്കാരമല്ലാത്ത 3 കാര്യവും ചെയ്യണം. ഇനി മനുഷ്യരൂപം പ്രാപിച്ചിട്ടേ ഇല്ല കുട്ടിക്ക്, കേവലം ഒരു രക്തക്കട്ട മാംസക്കട്ട മാത്രമാണ്. അങ്ങനെയുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു തുണിയിൽ ചുരുട്ടി ഒന്ന് മറവ് ചെയ്യൽ സുന്നത്തുണ്ട്. മറ്റു കാര്യങ്ങളൊന്നും നിർബന്ധമില്ല. ആകെ ചുരുക്കി പറഞ്ഞാൽ പ്രസവം കഴിഞ്ഞതിന് ശേഷം ജീവന്റെ വല്ല അടയാളങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുതിർന്ന ആളുകൾക്ക് ചെയ്യേണ്ട എല്ലാ കാര്യവും ചെയ്യേണ്ടതാണ്. വയറ്റിനകത്ത് വെച്ചാണ് ജീവ് പോയത്, പുറത്ത് വെച്ച് ജീവന്റെ ഒരു അടയാളവും ഉണ്ടായിട്ടില്ല. എന്നാൽ മനുഷ്യരൂപമുണ്ടെങ്കിൽ നിസ്കാരമൊഴികെ മറ്റു 3 കാര്യവും ചെയ്യേണ്ടതാണ്. ഇനി മനുഷ്യരൂപം പോലുമില്ല, എന്നാൽ ഒരു തുണിയിൽ ചുരുട്ടി കുഴിച്ചിടൽ മറവ് ചെയ്യൽ സുന്നത്തുണ്ട്. അത് ചെയ്തില്ലെങ്കിലും തെറ്റല്ല. ഇതാണ് മഹാന്മാരായ നമ്മുടെ ഇമാമുകൾ വളരെ വ്യക്തമായി വിശദീകരിച്ചിരിക്കുന്നത്. ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രസവം കഴിഞ്ഞതിന് ശേഷം ഒരു കുട്ടി മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അഖീഖ അറക്കൽ സുന്നത്തുണ്ട് എന്ന് മഹാന്മാരായ നമ്മുടെ ഇമാമുകൾ വിശദീകരിക്കുന്നുണ്ട്. പ്രസവം കഴിഞ്ഞതിന് ശേഷമാണ് ജീവ് പോയതെങ്കിൽ അഖീഖ അറക്കൽ അത് കുട്ടിക്ക് സുന്നത്താണ്. കുട്ടിക്ക് വേണ്ടി അഖീഖ അറക്കൽ സുന്നത്തും. ആവട്ടെ, പറഞ്ഞു വരുന്നത് ചിലപ്പോൾ നേരത്തെ ജീവ് പോകാം. അത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. ക്ഷമിച്ചു കഴിഞ്ഞാൽ അതിൽ വലിയ നേട്ടമുണ്ട്. ഒരാൾക്ക് നേരത്തെ 3 മക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് മൻ ഖദ്ദമ ഫലാസത്തൻ മിനൽ വലദ്, 3 സന്താനം ഒരാൾക്ക് നേരത്തെ മരിച്ചുപോയി, എന്നാൽ കാനൂ ലഹു ഹിസ്നൻ മിനൻ നാർ, ആ മക്കൾ നരകത്തെ തൊട്ടൊരു സുരക്ഷയാണ് ഈ മനുഷ്യന്. നരകത്തെ തൊട്ട് രക്ഷപ്പെടാൻ ആ മക്കൾ കാരണമായി തീരും. 3 മക്കൾ നേരത്തെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ. മഹാനായ അബൂദർദാ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ചോദിച്ചു, തങ്ങളെ എനിക്ക് 3 മരിച്ചിട്ടില്ല, 2 മക്കൾ മരിച്ചിട്ടുണ്ട് നേരത്തെ. ഖദ്ദംതു ഇസ്നൈനി, 2 മക്കൾ മരിച്ചിട്ടുണ്ട് നബിയെ, എന്നാൽ ഈ ഭാഗ്യം ലഭിക്കുമോ? തങ്ങൾ പറഞ്ഞു വഫിനൈനി, 2 മക്കൾ നേരത്തെ മരിച്ചവർക്കും ഈ ഭാഗ്യം ലഭിക്കുന്നതാണ്. അപ്പം വേറൊരു സഹാബിയെ നേരത്തെ ചോദിച്ചു, തങ്ങളെ ഇന്ന് ഖദ്ദംതു വാഹിദ, 3 മരിച്ചിട്ടില്ല, 2 മരിച്ചിട്ടില്ല, ഒരു മകൻ അല്ലെങ്കിൽ മകൾ എനിക്ക് നേരത്തെ മരിച്ചു പോയിട്ടുണ്ട്, എനിക്ക് ഈ ഭാഗ്യം കിട്ടുമോ? എന്റെ മോൻ അല്ലെങ്കിൽ മോൾ നാളെ പരലോകത്ത് എന്റെ കൈ പിടിക്കാൻ വരുമോ? നരകത്തുനിന്ന് രക്ഷക്കെത്തുമോ? നബി തങ്ങൾ പറഞ്ഞു വാഹിദ, ഒരു കുട്ടിയാണ് മരെങ്കിൽ ആ പ്രയാസത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ നിന്റെ മനസ്സിനകത്ത് ക്ഷമ ഉണ്ടായിരിക്കണം. അല്ലാഹുവിന്റെ പ്രതിഷേധ രൂപത്തിൽ നീ പ്രതിഷേധിക്കാൻ പാടില്ല. മനസ്സിന് സ്വബുറുണ്ടായിരിക്കണം. എന്നാൽ നേരത്തെ മരിച്ച മക്കളൊക്കെയും ചെറിയ കുഞ്ഞുങ്ങൾ, അവർ സ്വർഗത്തിന്റെ പാറാവുകാരാണ്. സ്വർഗത്തിന് കാത്തും ഉപ്പാനെയും കാത്തു നിൽക്കുന്നുണ്ടാകും. ചെറിയ കുഞ്ഞ് ഉമ്മാനെയും കാത്തു നിൽക്കുന്നുണ്ടാകും. ചെറിയ മകൾ നേരത്തെ മരണപ്പെട്ട മക്കളെ കൊണ്ട് ആ കുഞ്ഞിന്റെ കബറായിരുന്നു ആ കബറ്. ആ കബറിന്റെ അടുത്ത് വെച്ച് ഈ പെണ്ണ്, ഈ സഹോദരി ഉമ്മ ഇങ്ങനെ കരണ്ട് കൊണ്ടിരിക്കുന്നു. അപ്പോ ആ തങ്ങളെ ൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് എന്താണെന്ന് നിൽക്കൂ. അപ്പോൾ ആ പെണ്ണറിയില്ല ഇത് റസൂലാണെന്ന് സ്വല്ലല്ലാഹു അലൈഹി. പ്രയാസം നിങ്ങൾ അറിയില്ല, അതുകൊണ്ട് എന്നെ നിങ്ങൾ ഉപദേശിക്കണ്ട, നിങ്ങൾ നിങ്ങളെ പാട്ടിൽ പോയിക്കോ. നബി തങ്ങളങ്ങ് പോയി.
ആരോ ആ പെണ്ണിനോട് പറഞ്ഞു, നിങ്ങൾ ആ രൂപത്തിൽ മറുപടി പറഞ്ഞ ആരാരെന്നറിയോ? ഇന്നഹുൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. പെണ്ണ് പറഞ്ഞു, ഞാൻ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് വേഗം ഓടിപ്പോയി നബി തങ്ങളുടെ വീട്ടിന്റെ അടുത്ത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ റസൂലാണെന്നുള്ള കാര്യം ഞാൻ അറിയില്ല കേട്ടോ, ക്ഷമിക്കണം. അള്ളാന്റെ റസൂല് പറഞ്ഞു, പെണ്ണെ, ക്ഷമ എന്നത് പ്രയാസത്തിന്റെ ആദ്യഘട്ടമായിരിക്കണം. ദിവസങ്ങൾ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആരും ക്ഷമിക്കും. അത് ക്ഷമയെന്ന് പറയില്ല. ഒരു ബുദ്ധിമാൻ ചെയ്യേണ്ടത്, ഒരു വിഡ്ഢി ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം എന്തു ചെയ്യുമോ അത് ആദ്യത്തിൽ ചെയ്യണം. അതാണ് ബുദ്ധിമാൻ. ദിവസങ്ങൾ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തണുത്ത് പോകും. ആ ഒരു മനസ്സിന് വേദന ഉണ്ടാകരുത് എന്നല്ല ഈ പറയുന്നത്. അത് അക്ഷമയാകരുത്, അള്ളാഹുവിനോടുള്ള പ്രതിഷേധമാകരുത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു തആല പരീക്ഷണം കൊടുക്കുമ്പോ നാം വിചാരിക്കും അള്ളാഹു തആല എന്നെ കൈവിട്ടതാണോ, അള്ളാഹുവിനോടെന്താണോ വെറുപ്പാണോ, ഞാൻ എന്ത് കുറ്റമാ ചെയ്തത് എന്നൊക്കെ ചില സംസാരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, വേണ്ടതുപോലെ വിഷയം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. മോനെ, അള്ളാഹു തആല ഒരു മകനെ മരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹു തആല തീരെ സന്താനം കൊടുക്കാതിരിക്കുന്നത് എന്തോ ഒരു ചെയ്ത തെറ്റുണ്ടാകണമെന്നില്ല. നിനക്കെന്തോ ഒരു നേട്ടം അല്ലാഹു തആല കണ്ടതുകൊണ്ടായിരിക്കാം. ആ മകനെങ്ങാനും വളർന്നു വലുതാകുന്നെങ്കിൽ, ആ മകളെങ്ങാനും വളർന്നു വലുതാകുന്നെങ്കിൽ ആ മക്കൾ തന്നെ മതിയാകും. ചിലപ്പോൾ നിന്റെ ദുനിയാവും ആഖിറവും തുലഞ്ഞു പോകാം. അതുകൊണ്ടായിരിക്കും അല്ലാഹു തആല നേരത്തെ കൂട്ടിയത്. സൂറത്ത് കഹ്ഫ് ഓതാറില്ലേ? കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഖിദ്ർ നബിയോട് കൂടെ പോയൊരു യാത്ര അൽ കഹ്ഫിൽ പറയുന്നില്ലേ? മൂസ നബി പറഞ്ഞു, ഖിദ്ർ നബിയോട് നിങ്ങളോടൊപ്പം ഞാനും കൂടട്ടെ, നിങ്ങൾക്ക് അല്ലാഹു തആല ഒരുപാട് ഗൈബിന്റെ ഇൽമു നൽകിയിട്ടുണ്ട്, അത് ലേശം എനിക്കും പഠിപ്പിച്ചു തരണം. ഖിദ്ർ നബി പറഞ്ഞു, മൂസ നബിയെ, എന്നോട് ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിയൂല. മഹാനവർ, ഞാൻ ക്ഷമിക്കും, എന്നാൽ ഒരു കാര്യം പറയാൻ, ഞാൻ ചെയ്യുന്നത് ആ സ്പോട്ടിൽ നിങ്ങൾ ചോദ്യം ചെയ്യരുത്. മഹാനവർ പറഞ്ഞു, ആയിക്കോട്ടെ, ഞാനൊന്നും ചോദ്യം ചെയ്യൂല. ആദ്യം പോയതെന്താ? ഒരു കപ്പലിൽ കയറി. ചരിത്രം നമുക്കറിയാം, ഞാനത് വിശദീകരിക്കുന്നില്ല. അതും കഴിഞ്ഞതിന്റെ ശേഷം ഒരു ഗ്രൗണ്ടിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് രണ്ടുപേരും. ആ ഗ്രൗണ്ടിൽ വെച്ച് നല്ല കുറെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ മഹാനായ ഖിദ്ർ നബി അലൈഹിസ്സലാത്തു വസ്സലാം നല്ലൊരു കുട്ടിയെ പിടിച്ചിട്ട് ആ കുട്ടിയെ വധിച്ചു. ഏത് രൂപത്തിൽ വധിച്ചു? ഖുർആൻ വ്യാഖ്യാതാക്കൾ വിവിധ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതല്ലെങ്കിൽ തല ആ കുട്ടി അങ്ങ് കൊന്നു. ഖുർആൻ പറയുന്നുണ്ട്. ഉടനെ തന്നെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, ചോദ്യം ചെയ്തു. ഇത് മഹാമോശമായി പോയി. ഒരു കുറ്റവും ചെയ്യാത്ത, പ്രായം തികയാത്ത, നിരപരാധിയായ ഒരു കുട്ടിയെ ഇത്ര നിഷ്ഠൂരമായി നിങ്ങൾ കൊല ചെയ്ത് ഒട്ടും ശരിയല്ല. മഹാനത് പറഞ്ഞു, ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ക്ഷമിച്ചു നിൽക്കാൻ കഴിയൂല, സോറി, ഞാനൊന്നും ചോദിക്കില്ല. മൂന്നാമത്തെ ഒരു സംഭവം കഴിഞ്ഞു. അവസാനം വിശദീകരിച്ചു കൊടുത്തു. എന്താ വിശദീകരിച്ചു കൊടുത്തത്? വെള്ളിയാഴ്ച പകലിലും ഓതേണ്ട സൂറത്ത, അത് ആണിന് സുന്നത്താണ്, പെണ്ണിന് സുന്നത്ത. ഒരു വട്ടമെങ്കിലും നമ്മൾ വെള്ളിയാഴ്ച അൽക്കഹ്ഫ് സൂറത്ത് ഓതണം. വെള്ളിയാഴ്ചയാണ് ഖിയാമത്ത് സംഭവിക്കുക. വെള്ളിയാഴ്ച ഖിയാമത്ത് സംഭവിക്കും. അതേ രൂപത്തിൽ തന്നെ ഈ ഖിയാമത്തിന്റെ മുന്നോടിയായിട്ടുള്ള വലിയ ഫിത്നയാണ് മസീഹ് ദജ്ജാലിന്റെ ഫിത്ന. ലോകത്ത് കടന്നുപോയ സർവ്വ നബിമാരും കാവലിനെ തേടിയതാണ് ദജ്ജാലിന്റെ ഫിത്ന. നാമെല്ലാ നിസ്കാരത്തിലും അവസാന തഹിയാത്തുവിന്റെ ദുആ മസീഹു ദജ്ജാൽ. മക്ക മദീനയല്ലാത്ത ലോകത്തിന്റെ അഷ്ടദിക്കുകളിലും ആ മസീഹ് ദജ്ജാലെത്തും. അങ്ങനെ ഏറ്റവും വലിയ ഫിത്ന ഉണ്ടാക്കുന്ന ആ മസീഹ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ അൽകഹ്ഫിന്റെ ആദ്യ ആയത്തുകൾ 10ഓളം വരുന്ന ആയത്തുകൾ നിങ്ങൾ ഓതുക എന്നാണ്. അൽകഹ്ഫ് നമ്മൾ ഓതണം. ആ അൽകഹ്ഫിൽ ഈ സംഭവം കാണാം. അമ്മൽ ഗുലാം فكان أبواه مؤمنين فخشينا أن يرهقهما طغيانا وكفرا.
ഈ കുട്ടിയുടെ ഉപ്പയും ഉമ്മയും മുഅ്മിനൈൻ, നല്ല ഉപ്പയും ഉമ്മയുമാണ്, നല്ല സ്വാലിഹായ മനുഷ്യനാണ്. ഈ കുട്ടിയെങ്ങാനും വലുതാവുകയാണെങ്കിൽ കാന ബവാഹു മിനൈനി വഹസീന അൻ യുർഹിഖുമാ തുബയാനം വകുഫ്റ, കുട്ടിയുടെ നിർബന്ധന കാരണം ഈ മാതാപിതാക്കൾ വഴിതെറ്റിപ്പോകും, അവസാന കുഫിരിയത്തിലേക്ക് വരെ അവർ എത്തും, ഈമാനില്ലാണ്ട് മരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് അള്ളാഹുവിന്റെ സമ്മതപ്രകാരമാണ് ഞാൻ ഈ കുട്ടിയെ കൊന്നത് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ ഉറ്റവർ മരണപ്പെടും. നാം വല്ലാത്ത ടെൻഷൻ ഉണ്ടാകും സ്വാഭാവികമായിട്ട്. പക്ഷേ അതിന്റെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടാകാം. കയ്പുണ്ടാക്കുന്ന വിധി അള്ളാഹുവിന്റെ വിധിയിലുണ്ടല്ലോ. നമ്മൾ പണ്ടേ വിശ്വസിക്കുന്നത് രണ്ടും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഹൈറ് മാത്രമല്ലല്ലോ, ശർറും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അള്ളാഹുവിന്റെ തീരുമാനം കൊണ്ടാണ്. ബഹുമാനപ്പെട്ട മാതാവരത്തോട് നമ്മളെ പഠിപ്പിച്ചില്ലേ, അള്ളാഹുവിന്റെ തക്ബീറാത്തുകൾ അതെല്ലാം ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് ചോദ്യം ചെയ്യാൻ പാടില്ല. മുത്തുനബി ഞങ്ങൾക്ക് നേരത്തെ മക്കൾ മരണപ്പെട്ടല്ലോ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് 7 മക്കളാണുള്ളത്. 6 മക്കളുടെയും മാതാവ് ഖദീജ ബീവി. അതിൽ ഒരു കുട്ടി ഇബ്രാഹിം എന്ന തന്റെ പുന്നോമനകൻ, ആ കുട്ടി മാരിയത്തുൽ ഖുബ്തിയ്യ എന്ന അടിമ സ്ത്രീയിൽ നിന്ന് റസൂലുള്ളാഹിക്കുണ്ടായ കുട്ടിയാണ്. ആ ഇബ്രാഹിം എന്ന മോൻ നേരത്തെ മരണപ്പെട്ടല്ലോ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഖബറിൽ ഇറങ്ങി അവിടുത്തെ തിരുകരം കൊണ്ട് ആ കുട്ടിയെ വാങ്ങിയിട്ട് ഖബറിൽ വെച്ചില്ലേ. അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞില്ല, ഇന്നഹു നബിയ്യുബ്നു നബിയ്യിൻ വബകാ, ഒരു നബിയുടെ പുത്രനാണ് എന്റെ ഈ മോൻ. വബക്കൽ മുസ്ലിമോൻ, ഖബറിന് ചുറ്റും കൂടിയ സ്വഹാബത്തും കരഞ്ഞില്ലേ. അല്ലാഹുവിന്റെ റസൂലും കരഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, തദ്മഉൽ ഐൻ, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് ക്ഷമക്കെതിരല്ല. കണ്ണുനീര് വരാൻ പാടില്ല എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. കരയുന്നതിന് തെറ്റില്ല. യഹ്സനുൽ ഖൽബ്, മനസ്സിന് ദുഃഖമുണ്ട്, അതിനും തെറ്റില്ല. പക്ഷേ വലാം നകൂനു മാ യുഗ്ലിബുർ റബ്ബ്, റബ്ബിന് ഇഷ്ടമില്ലാത്തതൊന്നും പറഞ്ഞു പോകരുത്. മോനെ ഇബ്രാഹിം, വഇന്നാ അലൈക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ, മോനെ ഇബ്രാഹിമേനും ഇല്ലാത്ത ദുഃഖമുണ്ട്. 18 മാസമേ ഉള്ളൂ വഫാത്താകുമ്പോ. റസൂലുള്ള പറഞ്ഞില്ലേ, എന്റെ മോൻ ഇബ്രാഹിമിന്റെ മുലകുടിപ്രായം തന്നെ തികഞ്ഞിട്ടില്ല. 2 വർഷമാണല്ലോ ശരിയായ രൂപത്തിൽ ഒരു കുട്ടിക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്കേണ്ടത്. 24 മാസം. 18 മാസമായപ്പം മരിച്ചു. റസൂലുള്ള പറഞ്ഞു, സ്വർഗത്തിൽ 2 പെണ്ണുങ്ങളുണ്ട്. മുസ്ലിമിൽ കാണാം, എന്റെ ഇബ്രാഹിം എന്ന കുഞ്ഞിനിക്ക് ബാക്കിയുള്ള 6 മാസം അമ്മിഞ്ഞ പാല് കൊടുക്കാൻ സ്വർഗത്തിൽ 2 പെണ്ണുങ്ങളുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മരിച്ച മക്കൾക്ക് ഭാഗ്യം. പ്രത്യേകിച്ച് ഈ കാലത്ത് ഇത്രയും ഫസാദും കുറ്റവും നാശവും നിറഞ്ഞിരിക്കും കാലം പ്രബുദ്ധക്കും യൗവനത്തിലെത്തും. യൗവനവും കഴിഞ്ഞിട്ട് പിന്നെ വാർദ്ധക്യത്തിലേക്ക് കടന്നു വരും. പിന്നെയാണ് രോഗത്തിലേക്ക് കടന്നു വരുന്നത്. രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. അത് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് അല്ലാഹു തആല കൊടുക്കുന്നു. മരണത്തിന്റെ മുമ്പായിട്ട് എന്തെങ്കിലും ഒരു രോഗമുണ്ടാവും. രോഗമെന്ന് പറയുന്നത് ബരീദുൽ മൗത്ത്, അത് മരണത്തിന്റെ പോസ്റ്റ്മാനാണ്. എന്തെങ്കിലും ഒരു രോഗം വന്നിട്ടേ അല്ലാഹു സുബ്ഹാനഹു വ തആല മരിപ്പിക്കുന്നുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
നിഅമത്തുകളുടെ വലുപ്പം മനസ്സിലാണെങ്കിൽ അത് നഷ്ടപ്പെടണം. യൗവന സമയത്തെ യുവത്വത്തിന്റെ വലുപ്പം നമ്മൾക്ക് മനസ്സിലാകില്ല. അതേപോലെ തന്നെ ഒഴിവ് കാലം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനപ്പെട്ട 5 നിയമത്തുകൾ എടുത്തിട്ട് പറഞ്ഞു, ഈ 5 നിയമത്തിന്റെ വലുപ്പം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. വല്ലാത്തൊരു ചാൻസാണത്. ഇദത്തനിം ഖംസ ഖബ്ല ഖംസ്, 5ന്റെ മുമ്പ് 5 നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. 5ന്റെ മുമ്പ് 5. തങ്ങളുടെ പ്രയോഗം എത്ര നമ്മൾ ിക്കും 5ന്റെ മുമ്പ് 5 നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഹബീബായ തങ്ങൾ പറഞ്ഞതൊന്ന് ശബാബ് ഖബ്ല ഹറമി, ഒന്ന് നിന്റെ യുവത്വമാണ് യൗവനം. യൗവനം നീ ഉപയോഗപ്പെടുത്തണം. ഖബ്ല ഹറമി, വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പ്. വാർദ്ധക്യം വന്നു കഴിഞ്ഞാൽ യുവാക്കളെ പോലെ ഓടി നടക്കാൻ കഴിയില്ല, ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല, കുയച്ചുണ്ടാകും, ആരോഗ്യം ചുരുങ്ങിക്കൊണ്ടിരിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൗവനമെന്ന് പറയുന്നത് ലോകത്തുള്ള ആളുകൾക്കെല്ലാം ആവശ്യം യുവാക്കളെയും യുവതികളെയുമാണ്. ലോകം മാറ്റി വിളിക്കുന്നത് ആരെയാണ്? വയസ്സന്മാരെയല്ല, യുവാക്കളെ കിട്ടണം, യുവതികളെ കിട്ടണം. എല്ലാവർക്കും ആവശ്യം അവരെയാണ്. തിന്മകളാകുന്ന തിന്മകളുടെ വാതിലുകളെല്ലാം തുറക്കപ്പെട്ടിരിക്കുന്നത് വയസ്സന്മാർക്ക് വേണ്ടിയല്ല. അവരുടെ അഭിപ്രായം കഴിഞ്ഞു, യുവാക്കൾക്കാണ്. കാമവും മോഹവും അതിന്റെ മൂർധന്യ ദശയിലെത്തി നിൽക്കുന്ന പ്രായം. കള്ളിനോടെന്തെന്നില്ലാത്ത താല്പര്യം, പെണ്ണിനോടെന്തെന്നില്ലാത്ത താല്പര്യം, തെറ്റുകുറ്റങ്ങളും ചെയ്യാൻ എന്തെന്നോ മനസ്സിൽ വല്ലാത്തൊരു ഉൾവിളി. പിശാചുകളാണെങ്കിൽ തിന്മയിലേക്ക് നിയന്ത്രമായി നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് നോക്കുമ്പോ ഫിത്നയുടെയും ഗീബത്തിന്റെയും സംസാരം മാത്രം, മറുഭാഗത്ത് നോക്കുമ്പോ കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായി തീരുന്നവർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഭൗതിക കലാലയങ്ങൾ തങ്ങളിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്നത്തെ മിക്ക ചെറുപ്പക്കാരും പകൽ മാന്യന്മാരായി നടക്കുകയും രാത്രിയുടെ കൂറിലേക്ക് സ്വകാര്യ മുറിയിൽ വെച്ചിട്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആധുനിക സമൂഹത്തിലുള്ള മുസ്ലിം യുവാക്കളും യുവതികളും എന്ന് നമ്മൾ പേടിക്കേണ്ടതാണ്. യൗവനം, ഒരു മനുഷ്യൻ വൈദഗ്ധ്യത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് യുവത്വമാണ്. വയസ്സന്മാരല്ല വൈദഗ്ധിക, ചെറിയ കുട്ടികളല്ല വൈദഗ്ധിക, യുവാക്കളും യുവതികളുമാണ്. അതുകൊണ്ടല്ലേ അർശിന്റെ തണല് ലഭിക്കുന്ന 7 വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞത് ശാബുൽ നശഅ ഫീ ഇബാദത്തില്ലാഹ്, യുവാവാൻ, യുവതിയാൻ. ഏത് യുവാവ് യുവതിക്കാണ് അർശിന്റെ തണൽ ലഭിക്കുന്നത്? ഗണാങ്കളത്തിൽ പോയിട്ട് ആരുടെ വേണ്ടി യുദ്ധം ചെയ്യണമെന്ന് തങ്ങൾ പറഞ്ഞിട്ടില്ല. ഒരു കുറേ തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇബാദത്തില്ല, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറിയിട്ട് അല്ലാഹു തആല ഈ കാലത്ത് പാപങ്ങളിൽ നിന്ന് മാറി നിന്നിട്ട് പൊരുത്തത്തിലായിട്ടങ്ങ് ജീവിച്ചാൽ ഒരു മുസ്ലിം ചെറുപ്പക്കാർക്ക് തീർച്ചയായിട്ടും അർശിന്റെ തണല് ലഭിക്കും. അല്ലാഹു തആല വിഭാഗത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ യുവത്വകാലത്ത് ചെയ്യുന്ന അമലിനിക്ക് വാർദ്ധക്യ സമയത്ത് ചെയ്യുന്ന അമലിനേക്കാൾ പ്രതിഫലം കൂടുതലാണ്. എല്ലാം ചെയ്യുന്ന പുണ്യത്തിന് ഒരേ പ്രതിഫലമല്ല കൊടുക്കുന്നത്. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ അതൊക്കെ തരണം ചെയ്തിട്ട് ആ തിന്മകളിലൊന്നും പോകാതെ അതിൽ നിന്നെല്ലാം വളരെ പ്രയാസപ്പെട്ട് മാറുന്നിട്ട് ഒരു യുവാവ് യുവതി ഇബാദത്ത് ചെയ്യുമ്പോൾ വയസ്സുകാലത്ത് ചെയ്യുന്നതിനേക്കാളും എത്രയോ പ്രതിഫലം അല്ലാഹു തആല യുവാവ് യുവതിക്ക് കൊടുക്കും. അപ്പൊ യൗവനം വളരെ പ്രധാനപ്പെട്ടതാണ്. 1. 2 നബിതങ്ങൾ പറയുന്നത് ആരോഗ്യം നീ ഉപയോഗപ്പെടുത്തണം രോഗത്തിന്റെ മുമ്പ്. ആരോഗ്യമുള്ള ആൾക്ക് ആരോഗ്യത്തിന്റെ മഹത്വവും വലുപ്പവും മനസ്സിലാകില്ല. രോഗം ഉണ്ടാകുമ്പോഴേ തിരിയുള്ളൂ. അൽ അശിയാഉ തുഅറഫു ബിൽ ഔദാ, വിപരീതമുണ്ടാകുമ്പേ കാര്യം മനസ്സിലാകുള്ളൂ. കണ്ണിന്റെ കാഴ്ചയുള്ള, കണ്ണിനൊരു അസുഖം ഇല്ലാത്ത ഒരാൾക്ക് ആ മഹത്വം തിരിയൂല. അത് കാഴ്ചക്ക് മങ്ങലുണ്ടാകുമ്പോ കണ്ണിന് അസുഖാകില്ല, അനുഭവിച്ച അനുഭവ നിയമത്തിനെ കുറിച്ച് തിരിയുള്ളൂ. നിഷേധം പറയുന്ന രൂപത്തിൽ ഈ മഹാന്റെ അടുത്ത് വന്ന ആവലാതി പറഞ്ഞപ്പോ ഈ മഹാൻ തിരിച്ചു ചോദിച്ചിരിക്കും, 10,000 ദിർഹം ഞാനങ്ങ് തന്നേക്കാം. 10,000
വെള്ളി ഉറുപ്പ് ഞാൻ നിനക്കങ്ങ് തന്നേക്കാം, എന്തു മതി? നിനക്ക് 2 കണ്ണുണ്ടല്ലോ, 2 ആവശ്യമില്ലല്ലോ, 1 കണ്ണ് ഞാൻ ചൂഴ്ന്നു എടുക്കാം, 10,000 ദിർഹം അങ്ങ് തന്നേക്കാം. അപ്പം പറഞ്ഞ അത് പറ്റൂല. എന്നാ പോട്ടെ 2 കൈ, അത് പറ്റൂല. ഇങ്ങനെ 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞപ്പോ ഇതൊന്നും പറ്റൂല എന്നപ്പോ മഹാൻ പറഞ്ഞു, മനുഷ്യ, ഇത്ര അമൂല്യമായ വസ്തുക്കൾ നിന്റെ ശരീരത്തിൽ ഫിറ്റ് ചെയ്യുന്ന സർവാധിനാഥനായ അല്ലാഹുവിന്റെ നിയമത്ത് ഓർക്കാതെയല്ലേ വലിച്ചുവിടുന്ന ശുദ്ധമായ വായു? ഇതിന്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒന്നങ്ങ് മുടങ്ങണം, ശ്വാസം കിട്ടാതെ ഒന്നങ്ങ് നിൽക്കുമ്പോഴാണ് ഇതുവരെ അനുഭവിച്ചതിന്റെ നിയമത്തിന്റെ വലിപ്പം തന്നെയുള്ളൂ. നമ്മൾ ആർക്കെങ്കിലും അതിന്റെ പേരിൽ ഒരു നയാ പൈസ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അള്ളാഹു ചെയ്ത നിയമത്ത് ആരോഗ്യം ഉപയോഗപ്പെടുത്തണം. ആരോഗ്യം എങ്ങനെ ഉപയോഗപ്പെടുത്തല്? ആ ആരോഗ്യം കൊണ്ട് അള്ളാഹുവിന്റെ പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്ന, സ്വർഗം ലഭിക്കുന്ന കാര്യത്തിന് മാത്രം ആരോഗ്യം ചെലവഴിക്കുക. ഒരൊറ്റ സിനിമാ തിയേറ്ററും കള്ള് ഷാപ്പിനും നമ്മെ കാണരുത്. ഗീബത്തിന്റെ മജ്‌ലിസിൽ മുസ്ലിമിനെ കാണരുത്. ഒരു ഗാനമേളയുടെ ഒപ്പനമുട്ടിന്റെ ഒരു പിശാചിന്റെ മജ്‌ലിസിൽ സദസ്സിൽ നമ്മളെ കാണരുത്. അതാ ഈ ആരോഗ്യം ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ നന്മയുടെ സദസ്സിലെ നമ്മളെ കാണാൻ പാടുള്ളൂ. തിന്മയുടെ മനസ്സിൽ നമ്മളെ കാണരുത്. നല്ലതിന് വേണ്ടിയേ നാക്ക് ചലിപ്പിക്കാവൂ. ഗീബത്തിന്റെ നിയമത്തിന് നാക്ക് ചലിപ്പിക്കരുത്. നല്ല ശബ്ദമേ കാതുകൊണ്ട് കേൾക്കാവൂ. മ്യൂസിക്കിന്റെ ശബ്ദം കാതുകൊണ്ട് കേൾക്കരുത്. നമ്മുടെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും അല്ലാഹു തആല പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ നൽകുമാറാവട്ടെ. മൂന്നാമത് നബി തങ്ങൾ പറഞ്ഞത്, 1 യുവത്വം, 2 ആരോഗ്യം, 3 അല്ലാഹു തആല നിനക്ക് നൽകിയ ഐശ്വര്യമില്ലേ, നിനക്ക് അല്ലാഹു തആല നൽകിയ പണമില്ലേ, ആ പണം നീ ദീനിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക. വരുന്നതിന്റെ മുമ്പ് പണമുള്ള സമയത്ത് ആഖിറം സമ്പാദിക്കാൻ ഈ പറയുന്നത്. പണത്തിന്റെ കാര്യത്തിൽ വിജയിക്കുക. അവിടെ അത് നല്ലോണം കൊടുത്തൊക്കെ നിങ്ങൾ പറയുന്നത് ഒഴിവ് സമയം നീ ഉപയോഗപ്പെടുത്തണം. ഖബല ശുഗ്ലി, വല്ലാത്ത തിരക്ക് വരുന്നതിന് ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവില്ല ഒരു ഒഴിവ് സമയം. ശേഷമൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഉപയോഗപ്പെടുത്തണം. പലരും പലതിനും വേണ്ടി ഉപയോഗപ്പെടുത്തും. ആവശ്യമില്ലാതെ സംസാരിക്കുന്ന ആളുകളെ കാണാം. സംസാരത്തിലായിട്ട് സമയം ചെലവഴിക്കുക. ചില ആളുകൾ കാണാൻ പാടില്ലാത്ത ചിത്രങ്ങളും അത്തരം കേസറ്റുകൾ വെച്ച് ഓൺ ചെയ്തിട്ട് പെട്ടിയുടെ മുന്നിൽ ഇരുന്നിട്ട് കാണാൻ പാടില്ലാത്ത തന്റെ കാമവും മോഹവും വികാരവും ഉൾപ്പെടുത്തുന്ന പലതും നഗ്ന ചിത്രങ്ങളടക്കം സ്വകാര്യമായിട്ട് കാണുന്നവരെ കാണാം. അതുപോലെ അങ്ങനെയാ അവരെ സമയം നഷ്ടപ്പെടുത്തുന്നത്. ചില ആളുകൾ എന്താ ചെയ്യുക, ടൗണിൽ കവലകളും മുക്കയിലും അതുപോലെ തന്നെ ഓവ് ചാലിന്റെ അടുത്തൊക്കെ ഇരുന്നിട്ട് അങ്ങനെ സൊറ പറയുന്നത് കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയാണ് ഒരു വിശ്വാസി ഉണരേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഒരു 2 മണിക്കൂർ ഒഴിവായിട്ട് കിട്ടുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ സ്വല്പമെങ്കിലും നമുക്കൊന്ന് പാരായണം ചെയ്തുകൂടെ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമുക്ക് കുറച്ചെങ്കിലും സലാത്ത് ചൊല്ലിക്കൂടെ? കാരണം സമയത്തിന്റെ വലുപ്പം മനസ്സിലാകണമെങ്കിൽ ഒരു മനുഷ്യന്റെ അന്ത്യനിമിഷമെത്തണം. അന്ത്യനിമിഷമെത്തി ആത്മാവ് പിടിച്ച് പരലോകത്തിന്റെ ചിത്രം കാണുന്ന സമയത്താൽ സെക്കൻഡിന്റെ മൂല്യം നമ്മൾക്ക്
മനസ്സിലാവുകയുള്ളൂ. ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് വസ്വദ്ദഖ വകും മിനസ് സ്വാലിഹീൻ. പടച്ചവനെ ഒരു സെക്കൻഡ് അങ്ങനെയൊന്ന് ബന്ധിച്ചിരുന്നുവെങ്കിൽ ഞാൻ നല്ല നല്ല അമലുകൾ ചെയ്യുമായിരുന്നു. അല്ലാഹു പറഞ്ഞു കല്ല, മിണ്ടരുതിന്. എത്ര ആയുസ് നിനക്ക് നൽകി, എത്ര സമയങ്ങൾ നിനക്ക് നൽകി, എത്ര ഒഴിവ് സമയം നൽകി. അത് ഉപയോഗപ്പെടുത്താതെ അവസാനം റൂഹ് പിടിക്കാൻ നോക്കുന്ന നേരത്തെ പിന്തിച്ചിടണം പോലും. കല്ല ഇന്ന സമയം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു തആല ഉപയോഗപ്പെടുത്താൻ അനുഗ്രഹിക്കുമാറാവട്ടെ. 2 മാസം നമ്മളുടെ മക്കൾക്ക് അവധിക്കാലമാണ്, ഈ അവധി സമയമാണ്. ഈ അവധി സമയത്ത് എന്താ മക്കൾ നമ്മൾ ചെയ്യുന്നത്? ഏതായാലും 2 മാസമല്ലേ, അവർ കളിക്കട്ടെ, പരിധി വിട്ട് കളി. കളിക്കണം കുട്ടിക്കാലത്ത്, അതിനൊരു പരിധി വെക്കണം. വേണ്ട എന്നല്ലാതെ എന്നല്ല പറഞ്ഞാത്ര പത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ, ടൂർ യാത്ര പോയിട്ട് എത്ര ആളുകൾ വലിയൊരു അപകടത്തിൽ കൊല്ലിയിൽ ഒരു ബസ് മറിഞ്ഞിട്ട് മരിച്ചത്. അതിലെല്ലാം ഒരുപാട് പാഠങ്ങൾ നമുക്കില്ലേ? ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാകുന്ന ഉല്ലാസയാത്ര, വിനോദയാത്ര. മുസ്ലിമീകളാകുന്ന നമുക്ക് എന്തൊക്കെ ചിന്തിക്കണം? ഒരു യാത്ര പോകുന്നെങ്കിൽ യാത്രയിൽ മക്കൾ എവിടുന്ന് നിസ്കരിക്കുന്നു ചിന്തിക്കാറുണ്ടോ? ഈ യാത്രയിൽ നമ്മൾ അയക്കുമ്പോൾ, നമ്മളെ മുതിർന്ന പെൺകുട്ടികൾ അയക്കുമ്പോൾ ആരോടൊപ്പമാണ് അയക്കുന്നത്? ആരായിരിക്കുന്ന അധ്യാപകന്മാർ, അവർക്ക് കാണാൻ ആരനുവാദം കൊടുത്തു? മുതിർന്ന കുട്ടികളുടെ സീറ്റിൽ നിന്ന് പോകാൻ ആരാണ് ഇതൊക്കെ അനുവാദം കൊടുത്തത്? ശ്രദ്ധിക്കാറുണ്ടോ? ചിലറുണ്ടോ? മാപ്പിള കാര്യം ശ്രദ്ധിക്കാറുണ്ടോ? ആ യാത്രയിൽ, യാത്രയുടെ ഇരുട്ട് സമയം എന്തൊക്കെ ചെയ്യുന്നു ആലോചിക്കും. ോ സഹോദരങ്ങളെ, കോവളത്തെക്കുറി ഏത് കണ്ണാണെന്ന് നമ്മൾ ചിന്തിക്കണം. ഈ 2 കണ്ണ് കൊണ്ടാണ് നാളെ ആറാമത്തെ ഒരു മനുഷ്യനിക്ക് അല്ലാഹു തആല നിയമത്തുകളിൽ ഏറ്റവും വലിയ നിയമത്താകുന്ന അല്ലാഹുവിന്റെ തിരുദാത്ത് പ്രത്യക്ഷപ്പെട്ട് ആ തിരുദാത്ത് കണ്ട് ആനന്ദിച്ച് സന്തോഷിക്കേണ്ട മുഖത്തുള്ള 2 കണ്ണുകൊണ്ട് പെണ്ണുങ്ങളുടെ നഗ്നമായ ശരീരം അവർ കുളിക്കുന്നതും മറ്റു ചിത്രങ്ങളും കാര്യങ്ങൾ നേർക്ക് നേരെ നോക്കിക്കണ്ട് അനുഭവിച്ച് സുഖിക്കുന്ന ചെറുപ്പക്കാരെ, ങ്ങളെ എത്ര മോശപ്പെട്ട മരണമായിരിക്കുമെന്ന് നാം ആലോചിക്കേണ്ടതാ. എവിടത്തേക്കാണ് ഈ പോകുന്നത്? മക്കയിലേക്കാണോ? മദീനയിലേക്കാണോ? നമുക്കറിയാം അവിടുന്ന് എന്താ കാണുന്നത് എന്ന്. എന്തിനാണ് ഈ പോകുന്നത് എന്ന് നമുക്കറിയാം. ഈ ഭൗതിക ശരീരത്തിന്റെ കാമവും മോഹവും കിളിപ്പെടുത്താൻ വേണ്ടി. എന്താണ് ജീവിതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്? ശാശ്വതമായി ഇവിടെ ജീവിക്കുകയോ? എന്തിനാണ് നമ്മളെ പഠിച്ചുവിട്ടത്? നമ്മളെ ശരീരം എന്തു പറയുന്നുവോ അതനുസരിച്ചങ്ങ് ജീവിക്കാനാണോ നമ്മളുടെ പഠിച്ചുവിട്ടത്? സഹോദരങ്ങളെ, പാഠമുണ്ട്. പത്രങ്ങൾ വായിച്ചിട്ട് അതങ്ങ് നമ്മളൊരു ഭാഗത്തിട്ടാൽ പോരാ, വാർത്തകളിൽ നിന്ന് പാഠം പഠിക്കണം നമ്മൾ സമൂഹം. തങ്ങളിവിടെ സൂചിപ്പിച്ചു, ഓടിപ്പോകുന്നവർ പെൺകുട്ടികൾ 7 വയസ്സുകാരിയെ പീഡിപ്പിക്കുന്നു, 5 വയസ്സുകാരിയെ പീഡിപ്പിക്കുന്നു. ആര്? മുസ്ലിം ചെറുപ്പക്കാരൻ. ഒരു കാലത്ത് നമ്മൾ അന്യ ആണ് പെണ്ണ് തമ്മിലുള്ള മറയൊക്കെ പറഞ്ഞപ്പോ അന്ന് പറഞ്ഞിട്ട് മുസ്ലിയാക്കന്മാരുടെ പഴയ നിയമങ്ങളാണ്. അള്ളാഹുവിന്റെ നിയമം പറഞ്ഞപ്പോ ഇപ്പം ബോധ്യപ്പെടാൻ തുടങ്ങി. എന്നിട്ടും പഠിക്കാത്തവർ ഇന്നുണ്ടല്ലോ നമ്മുടെ പരിസരങ്ങളിൽ. ഭർത്താവ് നാട്ടിലില്ലാതിരിക്കുമ്പോ, പെണ്ണ് ഭാര്യ മാത്രം വീട്ടിലുണ്ടാകുമ്പോ ആരാൻ വന്നു കഴിഞ്ഞാൽ വീട് തുറന്നു കൊടുക്കുക. വെള്ളത്തിന് ആവശ്യപ്പെട്ടിട്ട് ആരെങ്കിലും വന്നാൽ ഗിൽസ് തുറന്നു കൊടുക്കുക, വീടിന്റെ അകത്തളിൽ ഇരുത്തിക്കുക. ഒറ്റക്കാകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നില്ല എന്തൊക്കെ തോന്നിയാസങ്ങളും മോശത്തരങ്ങളുമാണ് നമ്മൾ ചെയ്യുന്നത്. ഇസ്ലാമിന്റെ നിയമങ്ങൾ മാനിക്കുന്നില്ല എന്നത് വളരെ സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നിരവധി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മഴ കുറയുന്നത് എന്തുകൊണ്ടാ? ഈ അടുത്തൊരു തഫ്സീർ കണ്ടു. എന്ത്? ഒരു കൊല്ലവും മഴ ചുരുങ്ങുന്നില്ല. എല്ലാ കൊല്ലവും നിശ്ചയിക്കപ്പെട്ട അളവിൽ മഴ പെയ്യുന്നുണ്ട് ഇവിടെ. പക്ഷേ ഒരു നാട്ടിൽ ലഭിക്കേണ്ട മഴ ആ നാട്ടുകാർ ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്യുമ്പോൾ ആ നാട്ടിൽ നിന്ന് അല്ലാഹു തആല മഴ മാറ്റി അത് സമുദ്രങ്ങളിൽ പെയ്യുന്നു എന്ന്, മഴ വർഷിക്കുന്നു എന്ന് തഫ്സീർ കാണാൻ കഴിഞ്ഞു. ആ രൂപത്തിലുള്ള ഒരു വാർത്ത പത്രത്തിലും കാണാൻ കഴിഞ്ഞു.
നമ്മൾ തഫ്സീറിനെ ശരിവെച്ചുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മയതരില്ല. ഒരുപാട് പരീക്ഷണങ്ങൾ അല്ലാഹു തആല നടത്തുന്നതാണ്. അതുകൊണ്ട് ഒഴിവ് സമയം എന്തിനുപയോഗപ്പെടുത്തണം, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അഞ്ചാമത് നബി തങ്ങൾ പറയുന്നത് നീ ഉപയോഗപ്പെടുത്തണമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞ 5 നിയമത്തുകൾ എന്റെ സഹോദരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അപ്പം പ്രധാന വൃത്തനായോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിക്ക് രോഗം കൊടുക്കുന്നത് എന്തിനാണ്? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറയെ തൊട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബി ഖൈറ യുസ്ബ് മിൻ. ഒരു മനുഷ്യനെ കൊണ്ട് അല്ലാഹു തആല ഖൈർ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഓനെ മുസീബത്താക്കും. അല്ലാഹു തആല ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അയാൾക്ക് ചില രോഗങ്ങളും പരീക്ഷണങ്ങളും അല്ലാഹു കൊടുക്കും. അതെന്തിനാ? അത് ജീവിതത്തിൽ എന്തെങ്കിലും അരുതായ്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരലോകത്തേക്ക് നീട്ടിവെക്കാതെ തീർത്തും ഇവിടുന്ന് തന്നെ അങ്ങ് പൊറുക്കപ്പെടുക. അപ്പൊ പരലോകത്തെത്തിയാൽ അതിന്റെ പേരിൽ പ്രത്യേക ഒരു വിചാരണയില്ല. അവിശ്വാസി അങ്ങനെയല്ല. വിശ്വാസം തമ്മിലുള്ള വ്യത്യാസമാണത്. കാരണം അവർ പോകേണ്ടത് നരകത്തിലാണ്. ബഹുമാനപ്പെട്ട നാദാപുരത്തവർക്ക് തന്നെ ഉദാഹരണം പറയാറുണ്ട്. ഒരാൾ നല്ല വസ്ത്രം തേച്ച് വൃത്തിയാക്കി ഉടുത്ത് ധരിച്ചിങ്ങ് പോകാം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശരീരത്തിൽ ചെറിയ ചളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്കോ പുരണ്ടു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ എന്താ നമ്മൾ ചെയ്യുക? അതൊരു ഭാഗത്ത് പോയിട്ട് സോപ്പ് കൂട്ടി വെള്ളം നമ്മളങ്ങ് കൈക്കളി അവിടെ തന്നെ അങ്ങ് വൃത്തിയാക്കും, അല്ലെ? ആ സമയത്ത് തന്നെ അങ്ങ് വൃത്തിയാക്കും. അതേ സമയത്ത് തീർത്തും മുഷിഞ്ഞ ഒരു വസ്ത്രം 2-3 ദിവസമായി ഉടുത്തിട്ട് ആ വസ്ത്രത്തിൽ പിന്നെ എന്തെങ്കിലും ചളി തറിക്കാനും അടിച്ച് തിരുമ്പേണ്ടതാണ്, അടിച്ച് അലക്കേണ്ടതാണത്. അതുകൊണ്ട് പെരഞ്ഞനൊക്കെ പെരങ്ങട്ടെ. ഇതുപോലെയാണ് കാഫിർ മുസ്ലിം. കാഫിറെ സംബന്ധിച്ചിടത്തോളം ഏതായത് അടിച്ച് ശരിയാക്കേണ്ടതാണ് നരകത്തിലിട്ട്. അതുകൊണ്ട് ആകുന്നതൊക്കെ ആകട്ടെ എന്ന് അല്ലാഹു തആല കണക്കാക്കും. വിശ്വാസം അങ്ങനല്ല. അപ്പൊ അല്ലാഹു തആല അതാത് സമയങ്ങളിൽ ചേറും ഈ ചെല്ലിയും പുരളുമ്പോ അല്ലാഹു തആല വരച്ചങ്ങ് അവിടുന്ന് തന്നെ ശുദ്ധിയാക്കി കളയും. അതിനാണ് ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിക്ക് കൊടുക്കുന്നത്. അപ്പം രോഗം എന്ന് പറയുന്ന സത്യവിശ്വാസിയുടെ ഈമാന്റെ പവറാണ്, ഈമാന്റെ മഹത്വമാണ്. ഒരാൾക്ക് ജീവിതത്തിൽ ചെറുതും വലുതുമായ എന്തൊക്കെ പരീക്ഷണം ഉണ്ടാകുന്നു, ശാരീരികമാവട്ടെ, മാനസികമാവട്ടെ, സാമ്പത്തികമാവട്ടെ, കുടുംബപരമായ എന്നു വേണ്ട അത്തശൗക യുഷാക്കുക. അത് കാരണമില്ല ധാരാളം പാപം. ഒരു മുള്ള് ധരിച്ചാൽ അല്ലാഹു തആല പുറത്തൊരു ഒരു മുള്ള്, ഒരു സാധനം വെച്ചെടുത്ത് നോക്കിയപ്പോ കണ്ടില്ല, ബേജാറായി, പ്രയാസപ്പെട്ട് കുറച്ചു സമയം, പിന്നെ ആ സാധനം കിട്ടുകയും ചെയ്ത് ആ സമയത്തുള്ള ഒരു പ്രയാസത്തിന് പകരം അല്ലാഹു തആല ഈ മനുഷ്യന്റെ ധാരാളം പാപം പുറത്തു കൊടുക്കും. എന്തേ? അയാൾ പ്രത്യേക ഇബാദത്ത് ചെയ്തുകൊണ്ടല്ല, അത് ഈമാന്റെ മഹത്വമാണ്. ഒരു വിശ്വാസിക്ക് തന്റെ ജീവിതത്തിൽ ഏതൊക്കെ രൂപത്തിലുള്ള പരീക്ഷണം ഉണ്ടാകുന്നോ അതിന്റെ പേരിൽ അനേകം പാപം കൊടുക്കുമെന്ന് മുത്തു മുഹമ്മദ് മുസ്ലിങ്ങളൊക്കെ തുടരെയായി തങ്ങൾക്ക് ശരീരം മൊത്തം വിറക്കുന്ന ത്തിലുള്ള പനിയുണ്ടായിരുന്നു. സ്വഹാബിവര്യൻ വന്നിട്ട് അദ്ദേഹം പറയുന്നു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഞാൻ തങ്ങളെ എത്തിച്ചെന്നു, തങ്ങളാണെങ്കിൽ വിറക്കുന്നുണ്ട് പനി കൊണ്ട്. ഞാനൊന്ന് തൊട്ട് തടവി. ഞാൻ പറഞ്ഞു, തങ്ങളെ എന്തൊരു പനിയാണ്, വല്ലാത്ത പനിയാണ്. തങ്ങൾ പറഞ്ഞു, അച്ഛൽ അതെ പനി നല്ലണമുണ്ട്. ഒരേ സമയം നിങ്ങളിൽ ആളുകൾക്കുണ്ടാകുന്ന അതിശക്തമായ പനി പോലെയുള്ള പനിയാണ് ഇപ്പൊ. അജ്റൈന് 2 കൂലി കിട്ടാൻ വേണ്ടി ആയിരിക്കില്ലേ അത്? തങ്ങൾ പറഞ്ഞു, അജൽ. ആ രോഗമുള്ള സമയത്ത് തങ്ങൾ ഒരു കാര്യം
കൂടി അങ്ങ് പഠിപ്പിച്ചു. അറിയുമോ, മാമിൻ മുസ്ലിമിൻ യുസീബു അലമ്മിൻ മർദിൻ വമാസിബ, ഒരു വിശ്വാസിക്ക് രോഗമാവട്ടെ, എന്ത് ചെറുതും വലുതുമായ പ്രയാസമാകട്ടെ, ഇല്ലാ ഹത്തല്ലാഹു ബി സയ്യിആതി കമാ തഹത്തു ശജറ വറഖഹ. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ. ഒരു മരം പിടിച്ച് കുലുക്കിയാൽ ആ മരത്തിൽ നിന്ന് എപ്രകാരമാണോ ചപ്പുകൾ ഒന്നൊന്നായി താഴെ കുതിർന്നു വീഴുന്നത്, അതുപോലെയാണ് ഒരു വിശ്വാസിക്ക് പനി വന്നാൽ, രോഗം വന്നാൽ ചപ്പുകൾ കൊയ്യുന്നത് പാപങ്ങളെല്ലാം കൊയ്ഞ്ഞു വീഴുമെന്ന് ഹബീബുന മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെറ്റ് ചെയ്തത് കൊണ്ടല്ലല്ലോ, തങ്ങൾ കുറ്റം ചെയ്തത് കൊണ്ടല്ലല്ലോ, ആഖിറത്തിൽ സ്ഥാനം ഉയർത്താൻ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, എനിക്ക് ആദ്യമൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു, മരിക്കുന്ന സമയത്ത് പ്രയാസം ഉണ്ടെങ്കിൽ അയാൾ ഒരു മോശക്കാരനായിരിക്കും, മരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന കാണുന്നുണ്ടെങ്കിൽ മോശക്കാരനായിരിക്കും. ഈ ധാരണ പോലെയാണ് ഞാൻ തിരുത്തിയത്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദി പറയും, അല്ലാഹു തആല മഹദിക്ക് ചെയ്ത അനുഗ്രഹം അവസാനം എന്റെ ഉമിനീരും മുത്തുനബി തങ്ങളുടെ ഉമിനീരും സന്ധിച്ചിട്ടേ റസൂലുള്ളാഹി വഫാത്തായിക്കുള്ളൂ. എന്തുകൊണ്ട്? വഫാത്തിന്റെ സമയത്ത് ആ സിവാക്കിന്റെ കൊള്ളി ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കടിച്ച് അത് മിനുസപ്പെടുത്തി മയമാക്കിയിട്ട് റസൂലുള്ളാഹിന്റെ പല്ലിൽ വെച്ച് ഉരച്ച് സിവാക്ക് ചെയ്തു കൊടുത്തു. അതെനിക്ക് ലഭിച്ച ഭാഗ്യമാണെന്ന് ആയിഷ ബീബി റളിയല്ലാഹു എന്റെ മടിയിൽ എന്റെ മാറോട് ചേർന്നിട്ടാ മുത്തുനബി തങ്ങൾ വഫാത്തായത്. അന്ന് ഞാൻ മനസ്സിലാക്കി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വെച്ച പാത്രം, അതിൽ വെള്ളമുണ്ട്, അതിൽ ശീല മുക്കിയിട്ട് നെറ്റ് തുടച്ചിട്ട് പറഞ്ഞു, ആയിഷ ഇന്നലിൽ മൗത്ത് ലസകറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ എന്ന് പറഞ്ഞ് പ്രയാസപ്പെടുന്നത് കണ്ടപ്പോ ഞാൻ മനസ്സിലാക്കി, പ്രയാസമുണ്ടായത് കൊണ്ട് ഒരാളെ മോശക്കാരനാന്ന് വരൂല, അത് അല്ലാഹു തആല ആഖിറത്തിൽ ദറജ കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് ആ സംഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി എന്ന് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, രോഗവുമായി ബന്ധപ്പെട്ട് നാം ഒരുപാട് കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് സംസാരിക്കാം. ഇന്ന് പൊതുധാരണയുണ്ട്, ഒരാൾ രോഗത്തിലായിട്ട് കിടന്നാൽ അല്ലാഹു തആല അയാളാകെ ബലാലാക്കി, അയാൾ എന്തെല്ലോ മാണ്ടാത്തത് ചെയ്തത് കൊണ്ട് അല്ലാഹു തആല അവനോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അത്തരം പരീക്ഷണങ്ങൾ വരുന്നത് എന്നൊരു തെറ്റായ ധാരണ ഇന്ന് സമൂഹത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വിഷയത്തിന്റെ ബാക്കി കാര്യങ്ങൾ ഇനിയുള്ള 4 ദിവസങ്ങൾ നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മൂന്ന് സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആയിലേക്ക് കടക്കാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.